അപ്പോൾ ക്രൗഡ് സോഴ്സ്ഡ് ഇന്റർവ്യൂ പ്രിപ്പറേഷൻ അല്ലെങ്കിൽ ഓപ്പൺ ഇന്റർവ്യൂ പ്രിപ്പറേഷന്റെ രണ്ടാമത്തെ സെഷനിലാണ് ഇപ്പൊ നമ്മളിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഫസ്റ്റ് സെഷൻ ഇപ്പൊ August 1 പ്രിപ്പറേഷൻ തുടങ്ങി എന്നുള്ള രീതിയിലാണ്. ഞാൻ അപ്ലൈ ചെയ്യാനൊന്നും തുടങ്ങിയിട്ടില്ല. കാരണം ഞാൻ ഇപ്പോഴേ തന്നെ അപ്ലൈ ചെയ്യാത്തത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേക്സ് ഹൈ ആണ് എനിക്ക്. അപ്പൊ ഞാൻ 3 സ്റ്റേജിലാണ് ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ നോക്കുന്നത്. ഫസ്റ്റ് ഇംഗ്ലണ്ടിൽ സ്വന്തം കാശ് മുടക്കി ഒരു പരിധിക്കുള്ളിൽ ഞാൻ 10 മാസത്തെ ബജറ്റ് ഇട്ടേക്കുന്നത്, അല്ലെങ്കിൽ നാട്ടിലോട്ട് തിരിച്ചു വരും. അപ്പൊ ഈ 10 മാസം എവിടെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ അറിയാലോ, നിയർലി 30 lakh എക്സ്പെൻസ് ഉണ്ട്. അപ്പൊ അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് ഞാൻ ഇപ്പൊ കാണുന്നത്. ഇപ്പൊ ഞാൻ അടുത്ത മേയ്ക്കുള്ളിൽ ഒരു വയബിൾ ജോബ് കിട്ടിയില്ലെങ്കിൽ, തിരിച്ചു വരുന്നില്ലെങ്കിൽ എന്റെ മകന്റെ ഇതോ അപ്പൊ എനിക്ക് എന്തായാലും ഒരു ഹാർഡ് സ്റ്റോപ്പ് ഉണ്ടാവും. ഓക്കെ. ഈ പിന്നെ അടുത്ത പ്രശ്നം എന്ന് വെച്ചാൽ എനിക്കൊരു ഇന്റർവ്യൂ ബജറ്റ് ഉണ്ട്. ഒരു 10 ഇന്റർവ്യൂവിൽ ഒരെണ്ണം ക്ലിയർ ആണ്. കാരണം ഈ നമ്മൾ വലിച്ചുവാരി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഈ കോൺഫിഡൻസ് എന്നല്ല, നമ്മുടെ ചിലപ്പോ നമ്മുടെ ചാരിത്രത്തെയും ചോദ്യം ചെയ്യണ കാര്യമോ? അതില് എനിക്കൊരു കാര്യം ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ കേരളത്തിലെ IT കമ്പനീസിന്റെ എണ്ണം വെച്ച് നോക്കുമ്പോ അവിടുത്തെ IT കമ്പനീസിന്റെ റേഷ്യോസ് ഓൾമോസ്റ്റ് സെയിം ആണോ അതോ കുറവാണോ? അല്ല, ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം, ഇപ്പൊ ഒരു സീനിയറിനെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലണ്ടില് ഓപ്പർച്യൂണിറ്റി കൂടുതലാണ്. ലണ്ടൻ ഇപ്പൊ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇപ്പൊ എനിക്ക് മെയിൻ ആയിട്ട് ഇത് എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ എന്റെ അടുത്ത് ഒരു ഇപ്സ്വിച്ച് എന്ന് പറഞ്ഞ സിറ്റി ഉണ്ട്. ഇപ്സ്വിച്ച് അതായത് ഇവിടുന്ന് 17 മൈൽ ദൂരമുള്ളൂ. അപ്പൊ ഇപ്സ്വിച്ച് ഒരു IT ഹബ്ബാ. GTS അവർക്കൊക്കെ ഓഫീസ് ഉണ്ട്, ബ്രിട്ടീഷ് റെക്കോമെന്റ് ഒക്കെ ഉണ്ട്. അതാണ് ഒരു പൊട്ടൻഷ്യൽ ഇവിടെയുള്ളത്. പിന്നെ ലണ്ടൻ ഏരിയ അടുത്താണ്, അതായത് ഒരു 56 മൈൽ, 1 hour കമ്മ്യൂട്ടേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ഇപ്പൊ ഞാൻ താമസിക്കുന്ന സിറ്റിയുടെ ഒരു കോൾച്ചസ്റ്റർ എന്നാണ്. ഇവിടെയും ഇവിടെയൊക്കെ ജോബ് ഉണ്ട്. ഇപ്പൊ ക്ലാക്ടൺ ഓൺ സീ എന്ന് പറയുന്ന സ്ഥലത്ത് എംബഡഡ് സിസ്റ്റംസ്, ഫാക്ടറി ഓട്ടോമേഷൻ ജോബ്സ് ഒക്കെ ഉണ്ട്. അപ്പോ ലെഗസി ടെക്നോളജിയിലുണ്ട്, അതൊരു ഓപ്ഷനാണ്. അപ്പൊ ബേസിക്കലി എന്നെ സംബന്ധിച്ചിടത്തോളം കമ്പയർഡ് ടു കൊച്ചിയിൽ നിങ്ങൾക്ക് അറിയാലോ, അതായത് മിക്കതും ഒരു പ്രൊപ്പറൈറ്ററി കമ്പനികളായിരിക്കും. അവിടെ തന്നെ CTO CEO ഒക്കെ പ്രൊമോട്ടേഴ്സ് തന്നെയായിരിക്കും. അപ്പൊ അവിടെ ഒരു കരിയർ ഗ്രോത്തിന് ഓപ്പർച്യൂണിറ്റി ഇല്ല. അപ്പൊ അപ്ലൈ ചെയ്യാവുന്ന ഏരിയാസ് ഭയങ്കര കുറവാണ്. ഇവിടെ അതിലും ഇതുണ്ട്. പിന്നെ ഞാനിപ്പോ ഇവിടെ മെയിൻലി ഞാൻ നോക്കുന്നത് എന്റെ വിൻഡോസ്, അതായത് ക്രോസ് പ്ലാറ്റ്ഫോം C++ പ്രോഗ്രാമിംഗിന്റെ സ്കില്ല് ലിവറേജ് ചെയ്ത് എങ്ങനെ ഈ 3 സ്റ്റേജ് എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് മെയിൻറ്റെയിൻ ദ ലിക്വിഡിറ്റി. ഓക്കെ. അപ്പൊ ഒരു ജോബിൽ എന്തൊക്കെ അറിയാൻ മതി. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലുക്ക് ഫോർ എ ജോബ് വിച്ച് ഗീവ്സ് സ്പോൺസർഷിപ്പ്. പിന്നെ അപ്പിംഗ് ദ ആൻഡേ എന്ന് ഉദ്ദേശിച്ചത്, ഇപ്പോ ലണ്ടൻ ഫിനാൻഷ്യൽ ഡിസ്ട്രിക്റ്റില് ഞാനും ശരത്തും കൂളിംഗ് ക്ലാസ് ഒക്കെ ഇട്ട് ഞങ്ങൾ അവിടെ പോയി വർക്ക് ചെയ്യുന്നതാണ്. ഒരു 5 കൊല്ലം മുമ്പ് അടിച്ചൊരു പൊങ്ങച്ചം. അപ്പൊ ശരത്ത് കോവൻട്രിന്ന് 1 മണിക്കൂറും ഞാൻ ഇവിടുന്ന് 1 മണിക്കൂർ കമ്പ്യൂട്ട് ചെയ്താൽ നമ്മൾ ലണ്ടനിൽ സമാഗമിക്കും. അപ്പൊ ഞാൻ കുറച്ചു ദിവസം മുമ്പ് ലണ്ടൻ ഫിനാൻഷ്യൽ ഡിസ്ട്രിക്റ്റിന്റെ മറ്റേ ആ ടവേഴ്സിന്റെ ഒക്കെ പടം എടുത്തിട്ട് ഞാൻ എന്റെ ഒരു സുഹൃത്തിന് ഹു ഈസ് സ്കെപ്റ്റിക്കൽ അബൌട്ട് മൈ എബിലിറ്റി ടു പ്രിപ്പയർ ഫോർ ഇന്റർവ്യൂവിന് അയച്ചു കൊടുത്തു. ഓക്കെ. അപ്പോ അവിടെ ക്വാണ്ടിറ്റേറ്റീവ് ഫിനാൻസ് എന്ന് പറയുമ്പോൾ എനിക്ക് ഫിനാൻഷ്യൽ സർവീസസിൽ മാത്രമല്ല ട്രേഡിങ്ങിൽ, അതായത് ഇപ്പോൾ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഓൺലൈൻ ട്രേഡിംഗ് എഞ്ചിൻ, പിന്നെ ഇപ്സ്റ്റ, ഇന്ത്യൻ പെപ്പർ ആൻഡ് സ്പൈസസ് ട്രേഡേഴ്സ് അസോസിയേഷൻ, പിന്നെ ഇൻവെസ്റ്റ്നെറ്റ് എന്ന് പറഞ്ഞ കമ്പനി. പിന്നെ ഞാൻ പോകുന്ന പല സ്ഥലത്തും ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ബന്ധപ്പെടുത്ത് ഞാൻ കുറെ വർക്ക് ചെയ്തിട്ടുണ്ട്, അസറ്റ് മാനേജ്മെന്റിന്റെ. ഓക്കെ. അപ്പോ അതില് ഒരു ഏരിയയാണ് മറ്റേ എന്താ പറയാ, ഇപ്പോ മെയിൻലി എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ഫിനാൻസ് ഡെവലപ്പർ എന്നുള്ള ഏരിയയാണ്, അല്ലെങ്കിൽ ആർക്കിടെക്ട്, ആ ഏരിയ. ഓക്കെ. അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ്, ഇപ്പൊ ഫിനാൻഷ്യൽ എഞ്ചിൻ പവേർഡ് സിസ്റ്റം അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് പവേർഡ് സിസ്റ്റത്തിൽ ആ ഏരിയയിലാണ് ഞാൻ വെർട്ടിക്കലി ഫോക്കസ് ചെയ്യണം, ആ ഏരിയയിൽ മാത്രമായിട്ട്. ബാക്കി ഇപ്പൊ .NET, ജാവ, C++ലെ ജോബ് ഇതടിക്കും. അപ്പൊ അതാണ് എന്റെ പ്രിപ്പറേഷന്റെ സ്ട്രാറ്റജി മുഴുവൻ ക്വാണ്ടിറ്റേറ്റീവ് ഫിനാൻസ് ജോബ്. അതാണ് 3rd സ്റ്റേജ്. ഓക്കെ. അപ്പൊ അത് കിട്ടുകയാണെങ്കിൽ ഒരു 2-3 ഇയേഴ്സ് അവിടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ ബിക്കം എ മാത്തമാറ്റീഷ്യൻ എന്നാണ്, എന്താ പറയാ, അയാളുടെ മാത്തമാറ്റിക്കൽ സൊഫിസ്റ്റിക്കേഷൻ എനിക്ക് ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. റെഡിയാ.
അപ്പോൾ അങ്ങനെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ലണ്ടൻ ഒരു ഫിനാൻഷ്യൽ സർവീസസ് ഹബ് ആയതുകൊണ്ട് ഇനിയിപ്പോ ഞാനിപ്പോ ഇവിടെ കുറച്ചു കാലം വർക്ക് ചെയ്തിട്ട് നാട്ടിൽ വന്നാലും എനിക്ക് എന്താ പറയാ ഈ ക്വാണ്ടിറ്റേറ്റീവ് ക്വാണ്ടായിട്ട് ജോലി കിട്ടും ഫ്യൂച്ചറിൽ. ഇതാണ് ഐഡിയ. അപ്പോൾ ഇപ്പൊ ഞാൻ ലോ ഹാങ്ങിങ് ഫ്രൂട്ട് ആണ് നോക്കുന്നത്. കുറച്ചും കൂടി എനിക്ക് എന്റെ ലെഗസി സിസ്റ്റംസ് ആയിട്ടുള്ള ഫെമിലിയാരിറ്റി, എന്റെ എവല്യൂഷൻ ആയിട്ടുള്ള ഫെമിലിയാരിറ്റി എനിക്ക് C++ സ്ഥലത്തും എന്റർപ്രൈസ് ലെവലില് .NET ജാവ ഇന്റഗ്രേഷനും അല്ലെങ്കിൽ മൈഗ്രേഷനോ അല്ലെങ്കിൽ .NET ജാവയില് പുതിയ സിസ്റ്റംസ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതാണ് മറ്റേ ഈ സെക്കൻഡ് ഏരിയ. പിന്നെ തേർഡ് ഏരിയ എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് മറ്റേ ഫസ്റ്റ് ഏരിയ മറ്റേ ലെഗസി സിസ്റ്റം C++ ആ ഏരിയ. ലെഗസി സിസ്റ്റം എന്ന് പറയാൻ പറ്റൂല കേട്ടോ, കാരണം ഫ്രം എ കൺസ്യൂമർ പ്രോഗ്രാമിംഗ് സൈഡ്. പിന്നെ രണ്ടാമത്തത് നമ്മുടെ ഈ എന്റർപ്രൈസ് .NET ജാവ ഇന്റഗ്രേഷനും പുതിയ പ്രൊജക്ട്സും ഉള്ളത്. മൂന്നാമത്തത് സൈസബിൾ ഇന്ത്യൻ ഔട്ട്സോഴ്സിംഗ് ഉള്ള ബ്രിട്ടീഷ് കമ്പനികൾ. ഈ 3 ഏരിയയിലാണ് എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. നാലാമത്തെ ഇപ്പൊ ഞാനൊരു ഫ്രണ്ട് തുറന്നതാണ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്. അത് ചിലപ്പോൾ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ മെഷീൻ ലേണിംഗിലോട്ടും പിന്നെ നമ്മുടെ മറ്റേലേക്കും, അതായത് ഈ ന്യൂമറിക്കൽ കമ്പ്യൂട്ടിംഗ് ഉള്ള ഏരിയയിലൊക്കെ വരാം. ഇനിയിപ്പോ പെർഹാപ്സ് എനിക്ക് CAD എക്സ്പീരിയൻസും ഗ്രാഫിക്സ് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് ഇഫ് സംബഡി ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ആക്ച്വലി റീകൂപ്പിംഗ് ദാറ്റ്, ഇപ്പോ ഓപ്പൺ GL ഷെയ്ഡേഴ്സ് ആയിട്ട് എനിക്ക് നല്ല പരിചയമുണ്ട്. ഇപ്പൊ വൾക്കൻ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള പുതിയ API. അപ്പോ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ വെർട്ടിക്കൽ വൈസും ഇതും ചെയ്യുമ്പോഴും ഉണ്ട്. പക്ഷേ ഇപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ എനിക്കൊരു ക്വാളിഫിക്കേഷൻ ഇഷ്യൂ ഉള്ളത് കൊണ്ടും പിന്നെ ഐ എം ന്യൂ ടു ദിസ് മാർക്കറ്റ് ആയതുകൊണ്ടും ഇവിടെ റെഫർ ചെയ്യാനൊന്നും ആരില്ലാത്തതുകൊണ്ട് ഐ എം പ്ലാനിങ് ഫോർ ദ വേഴ്സ്. ഇതാണ് എന്റെ ഗെയിം. ഓക്കെ, അപ്പോ ഈ സ്റ്റേജില് ക്വാളിഫിക്കേഷൻ ഒരു ഇഷ്യൂ ആവോ? കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങനെയല്ല. എക്സ്പീരിയൻസ് അല്ല, ഇപ്പൊ ഗേറ്റ് കീപ്പിംഗ് ഉണ്ട്. എല്ലാ കമ്പനിയിലും ഒരു സാനിറ്റി ചെക്ക് ഉണ്ട്. ഓക്കെ, അപ്പോ വെരി ഫ്യൂ പീപ്പിൾ വിൽ ബിലീവ് ദാറ്റ് ഓക്കെ somebody who hasn't got PhD or formal ലെവലിലെ മാത്തമാറ്റിക്സ് പഠിക്കാത്ത ഒരാള് will show some kind of an audacity like me to come and apply. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ്, കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ, CAD CAM, പിന്നെ മറ്റേ അതിൽ തന്നെ റേ ട്രേസിംഗ് അവിടെയൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ മെഷീൻ ലേണിംഗ്, പിന്നെ ഫിനാൻഷ്യൽ സർവീസസ്. ഈ 4 സ്ഥലത്ത് ന്യൂമറിക്കൽ സ്വഭാവമുള്ള സ്ഥലത്ത് വർക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ആ ഒരു സ്കെപ്റ്റിസിസം കിടക്കണം. ഓക്കെ, ഇനിയിപ്പോ ഒരു പ്രീമിയർ ഒരു ബ്രിട്ടീഷ് ഗ്രാജുവേറ്റ്, ഇപ്പൊ എന്താ പറയാ ഇവിടുത്തെ റസൽ ഗ്രൂപ്പിൽ നിന്നൊക്കെ പഠിച്ച ഒരു പ്രീമിയർ ചിലപ്പോൾ അവരുടെ അടുത്തൊന്നും എനിക്ക് കോമ്പീറ്റ് ചെയ്യാൻ പോലും പറ്റണമെന്നില്ല. സോ ഐ ആം കമ്പീറ്റിംഗ് അമംഗ് പ്രോഗ്രാമേഴ്സ്. അപ്പോ ഒരു ഇഷ്യൂ ഉണ്ട് അവിടെ. ഇഷ്യൂ ഉണ്ടോ എന്ന് പറഞ്ഞല്ല, I don't want any stones left to be untouched. അത്രേ ഉള്ളൂ. അതിപ്പോ ഞാൻ നാട്ടിൽ പറയുമ്പോ കോൺഫിഡൻസ് കുറവാന്ന് പറയും. അങ്ങനെ കോൺഫിഡൻസ് ഒന്നുമില്ല, അതിനൊക്കെ ഓപ്ഷുവർനെസ് എന്ന് പറയുന്നത്. അതായത് നിങ്ങള് ഓഡ്സ് നിങ്ങൾക്ക് എതിരെ സ്റ്റാക്ക് ചെയ്യാനുള്ള സിറ്റുവേഷൻസ് ഏതാണെന്ന് നോക്കാതെ പ്രിപ്പയർ ചെയ്യാന്നുള്ളത്. ഇവിടെ കിട്ടിയ വിവരക്കേടുണ്ടെങ്കിൽ നമുക്ക് പലതും പറയാം, പക്ഷെ ഇതിപ്പോ കാൽക്കുലേറ്റഡ് ആണ്. അപ്പൊ ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ഇത് അറിയാം. ഇപ്പൊ പ്രിപ്പറേഷൻ ഞാൻ പറഞ്ഞുതരാം. ക്വാണ്ടിറ്റേറ്റീവ് ഫിനാൻസ് ഇപ്പൊ എന്റെ കയ്യില് അറിയാലോ, ഇപ്പൊ പൈറേറ്റഡ് ബുക്സ് നോക്കാത്ത ആരുമില്ല, എന്റെ കുറെ ഉണ്ട്. പക്ഷെ എന്റെ ഫിസിക്കലി ഞാനിപ്പോ ഈ ബുക്ക് ഉണ്ട്, ഇൻവെസ്റ്റ്മെന്റ് സയൻസ്. ഇതൊരു ബേസിക് ബുക്കാണ്. ഞാൻ ഈ തവണ നാട്ടില് വന്നപ്പോ ഞാൻ എടുത്തോണ്ട് വന്നതാ. മനസ്സിലായില്ലേ? അതായത് ഈ അത്യാവശ്യം എന്താ പറയാ ഈ ബേസിക്, അതായത് ടൈം വാല്യൂ ഓഫ് മണി, പിന്നെ എന്താ പറയാ IRR, മോഡേൺ പോർട്ട്ഫോളിയോ തിയറി, സ്റ്റോക്കാസ്റ്റിക് ഓപ്ഷൻസ് ഇവാലുവേഷൻ, അതിന്റെയൊക്കെ കവറേജ് ഉണ്ട് അറ്റ്ലീസ്റ്റ്. ഓക്കെ, അപ്പോ ഇതാണ് ഈ ഇത് ഞാൻ എന്റെ ബെഡ് സൈഡ് റീഡിങ്ങിന് ഞാൻ ഉപയോഗിക്കുന്നത് ഈ ഇൻവെസ്റ്റ്മെന്റ് സയൻസ് എന്നുള്ള ബുക്കാണ്. ഇനി അറിയാലോ ഈ എന്താ പറയാ ലീനിയർ ആൾജിബ്ര, മറ്റേ മൾട്ടിവേരിയറ്റ് കാൽക്കുലസ്, പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇതാണ് ഈ എന്താ പറയാ അതിനിടയ്ക്ക് പിന്നെ ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ട് സ്റ്റോക്കാസ്റ്റിക് കാൽക്കുലസ്. അതാണ് എക്സ്ട്രാ കമ്പയർഡ് ടു മെഷീൻ ലേണിംഗ്. ഈ മെഷീൻ ലേണിംഗിനും ക്വാണ്ടിറ്റേറ്റീവ് ഫിനാൻസിനും സെയിം ആണ്, പക്ഷേ സ്റ്റോക്കാസ്റ്റിക് കാൽക്കുലസ് എന്നൊരു സബ്ജക്ട് ഉണ്ട്.
ഉം, ഉം, അപ്പൊ അത് ഈ സ്റ്റോക്കാസ്റ്റിക് കാൽക്കുലസ് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ഷോൾസ് ഓപ്ഷൻ ഇവാലുവേഷൻ ഫോർമുല പല രീതിയിൽ ഡിറൈവ് അതിനുവേണ്ടി ഇന്റർവ്യൂ പ്രിപ്പറേഷൻ ബുക്സ് ഒക്കെ ഉണ്ട്. ഉം, ഓക്കെ, പിന്നെ ഞാൻ അപ്ലൈ ചെയ്യണത് ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ നിങ്ങൾ മെഷീൻ ലേണിംഗ് പഠിച്ചു, നിങ്ങൾ മെഷീൻ ലേണിംഗ് എഞ്ചിനീയർ ജോബിന് അപ്ലൈ ചെയ്യോ ഡാറ്റാ സയൻസ് ജോബിന് അപ്ലൈ ചെയ്യോ? എനിക്ക് വേറൊരു കൺഫ്യൂഷൻ ഉണ്ട് ആ ഫ്രണ്ടില്. അതായത് അപ്പൊ അങ്ങനത്തെ ഒരു നോളജ്, ഒരു സ്പെസിഫിക് ഏരിയയിലുള്ള ഒരു സ്പെസിഫിക് സെറ്റ് ഓഫ് നോളജ് ആണ് കമ്പനിക്ക് വേണ്ടെങ്കിൽ കമ്പനിക്ക് ഓൾറെഡി ഉള്ള സ്റ്റാഫിൽ നിന്ന് പ്രൊമോട്ട് ചെയ്യണല്ലേ പുറത്തുനിന്ന് ഹയർ ചെയ്യണേനേക്കാളും ബെറ്റർ? അല്ല, ഇപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചു, ഇപ്പൊ മെഷീൻ ലേണിംഗ്, ഓക്കെ, ഇപ്പൊ മെഷീൻ ലേണിംഗ് എല്ലാവരും സ്കൈക്കിറ്റ് ലേൺ എടുക്കും, അതെടുക്കും, കുറെ മാത്സ് പഠിച്ചു, കുറെ കോഴ്സ് പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പൊ ഞാൻ പലപ്പോഴും മെഷീൻ ലേണിംഗ് മോഡൽസിനെ കുറിച്ച് ക്രിട്ടീക്ക് ചെയ്യുമ്പോഴോ ഇനിയിപ്പോ അതിന്റെ മാത്തമാറ്റിക്സ് സംസാരിക്കുമ്പോൾ വെരി ഫ്യൂ പീപ്പിളിനെ ഉള്ള വിവരമുള്ളൂ. മനസ്സിലായില്ലേ? ഇതിപ്പോ ഞാൻ അവിടെ പറയുന്നത് എന്താന്ന് വെച്ചാല്, ഇപ്പൊ ഞാൻ മെഷീൻ ലേണിംഗ് പഠിക്കുമ്പോൾ എന്റെ ഫിലോസഫി എന്താന്ന് വെച്ചാല് ഹൗ ടു ബിക്കം എ ലിറ്ററേറ്റ് കൺസ്യൂമർ ഓഫ് മെഷീൻ ലേണിംഗ് മോഡൽസ്. ബിസ്പോക്ക് മോഡൽസ് ഉണ്ടാക്കലല്ല, ബിസ്പോക്ക് സ്കെയിലബിൾ മോഡൽസ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈ അഡ്വാൻസ് മാത്തമാറ്റിക്സ് അറിയാവുന്ന ആൾക്കാരും ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടേഷന്റെ ആൾക്കാരും കൂടി ചേർന്നിട്ടുള്ള ഒരു എലീറ്റ് ടീമിനാണ് അങ്ങനത്തെ അറ്റ് സ്കെയിലൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ അപ്പാഷയുടെ മഹൂട്ടോ അല്ലെങ്കിൽ MLലിപ്പോ അല്ലെങ്കിൽ H2O അങ്ങനത്തെ സാധനം വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് മെഷീൻ ലേണിംഗ് ചെയ്യാം. ഇന്ന സ്ഥാനത്ത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ചില സ്ഥലത്തൊക്കെ ഈ ഇപ്പൊ 1 മില്യൺ റോയും കോളമുള്ള മെട്രിസസിനെ നിങ്ങൾക്ക് ഇൻവേർട്ട് ചെയ്യാൻ അറിയാം, എനിക്കറിയില്ല എപ്പോഴും. അപ്പൊ അതൊക്കെ വരുമ്പോ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ പാർട്ടീഷന്റെ മെട്രിക്സ് ഇൻവേർഷൻ അറിയാവുന്നവർ ഇപ്പൊ ഈ ഒരു ബുക്ക് ഉണ്ട്, അതായത് പേജ് റാങ്കിന്റെ പുറകിലുള്ള മാത്തമാറ്റിക്സിനെ കുറിച്ച്. ബുക്ക് ഈസ് നോട്ട് ദാറ്റ് ഹാർഡ് ടു റീഡ്, പക്ഷെ എവിടെ ഹൗ ടു എഞ്ചിനീയർ ദാറ്റ് ഇൻ സ്കെയിൽ ആണ്. അപ്പൊ ഞാൻ ആ ഏരിയയിലേക്ക് ഐ ക്യാൻ ബിക്കം എ ഗുഡ് ടീം മെമ്പർ ഫോർ ഷുവർ ബിക്കോസ് ഐ എം അവെയർ അബൌട്ട് ദ പ്രോബ്ലം. മനസ്സിലായില്ലേ? അപ്പോ മെയിൻ പ്രശ്നം എന്താന്ന് വെച്ചാല് സംബഡി ഹാസ് ടു ടേക്ക് പെയിൻസ് ടു ലേൺ ദിസ് മാത്തമാറ്റിക്സ് അല്ലെ. ഇനിയിപ്പോ ആ മാത്തമാറ്റിക്സ് പഠിച്ച ഒരുത്തന് പ്രോഗ്രാമിംഗ് കൂടി അറിയണമല്ലോ. അപ്പൊ മാത്തമാറ്റിക്സ് പഠിച്ചിട്ടുള്ള പ്രോഗ്രാമേഴ്സിന്, പക്ഷെ പ്രോഗ്രാമേഴ്സിൽ എത്ര പേര് മാത്സ് പഠിച്ചവര് ഉണ്ടാവും എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. അപ്പൊ അതിന്റെ ഒപ്പം അപ്പൊ ആ ഒരു ഏരിയയിലാണ് വിച്ച് ഐ വിൽ ബി എ കമ്പലിംഗ് വാല്യൂ പ്രൊപ്പോസിഷൻ എന്നാണ്. ഇപ്പൊ ഞാനിപ്പോ പണ്ട് കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൽ കരിയർ ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ ഞാൻ വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഡെവലപ്പർ ഒന്നുമല്ല, മനസ്സിലായില്ലേ? ബട്ട് ഈ programmers who knows 3D, there require combination skills where okay somebody who is good at implementation knows enough 3D to implement algorithms. അപ്പൊ അവിടെയാണ് ആ വാല്യൂ പ്രൊപ്പോസിഷൻ. അപ്പൊ ഒരു ഇനിയിപ്പോ കമ്പനിയിൽ എന്ന് പറഞ്ഞാലേ, ഇപ്പൊ ഞാനൊരു കമ്പനിയിൽ എഞ്ചിനീയറിംഗ് ഡയറക്ടർ ആയിരുന്നു. അപ്പൊ അവിടെ ഈ ഒരു പുള്ളിയുണ്ട്, പുള്ളി അത്യാവശ്യം നല്ല പ്രോഗ്രാമറാണ്. പുള്ളിയുടെ പക്ഷെ കോർ കോമ്പറ്റൻസ് പുള്ളി ഐഡന്റിഫൈ ചെയ്യുന്നത് മറ്റേ ഇവിടെയാണ്, നമ്മുടെ PLM പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ മാനേജ്മെന്റിലാണ്. അതിന്റെ ഭാഗമായിട്ട് പുള്ളി സീമെൻസിന്റെ ടീം സെന്ററും എക്ലിപ്സ് റിസ്ക് ക്ലയന്റ് പ്രോഗ്രാമും പ്രോഗ്രാം ചെയ്യും. അപ്പൊ അയാളോട് ഞാൻ പറഞ്ഞത് ഒരു QTയിൽ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, നിങ്ങളൊന്ന് സ്ലൈറ്റ്ലി ക്രോസ് സ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റാവുന്നുള്ളൂ, ഓൾറെഡി യു നോ C++ എന്ന് പറഞ്ഞപ്പോ പുള്ളി എടുത്തില്ല, ഡെസ്പൈറ്റ് ടാലന്റഡ് ആയിട്ട്. മനസ്സിലായില്ലേ? എർഗണോമിക്കലല്ലാന്ന് പുള്ളി പറഞ്ഞു. ഈ നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോ, നിങ്ങളുടെ എല്ലാ കരിയറിലും ആ കോമ്പിനേഷൻ സ്കിൽ മാറ്റേഴ്സ്. മനസ്സിലായില്ലേ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഡോട്ട്നെറ്റ് ഇപ്പൊ ഞാൻ വിത്ത് ഡ്യൂ റെസ്പെക്ട് ടു അതേഴ്സ് ഇപ്പൊ ഒരു എന്താ പറയാ, ഞാനൊരു വേൾഡ് ലെവലിൽ എടുത്ത് കഴിഞ്ഞാൽ ടോപ്പ് 1% വരും. അതായത് ഇപ്പൊ ഇപ്പൊ അതിന്റെ ലിംഗ്വിസ്റ്റിക് ന്യൂവാൻസസ് ആണെങ്കിലും, കാരണം എനിക്ക് ഫംഗ്ഷൻ പ്രോഗ്രാം നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ഐ ക്യാൻ ഡു മച്ച് ബെറ്റർ ദാൻ മോസ്റ്റ് പീപ്പിൾ. ഓക്കെ, എന്ന സ്ഥാനത്ത് ഇപ്പൊ ഒരു ബ്രെഡ് ആൻഡ് ബട്ടർ പ്രോഗ്രാമറിന്റെ പല സ്പീഡും എനിക്ക് ഉണ്ടാവില്ല പെട്ടെന്ന്. ഈ ബ്രെഡ് ആൻഡ് ബട്ടർ പ്രോഗ്രാമർ പീപ്പിൾ ഇപ്പൊ എല്ലാ ദിവസവും ഇത് ചെയ്യണം. പക്ഷെ ഈ ഇഫ് ഐ ആക്ച്വലി ഗെറ്റ് ഇറ്റ്, പിന്നെ പ്ലേസ് ചെയ്യുന്ന വാല്യൂ ആണ് അവിടുത്തെ മെയിൻ ഇഷ്യൂ. അപ്പോ ഞാൻ പറഞ്ഞ വെച്ചാല് അങ്ങനെ പ്രൊമോട്ട് ചെയ്താലും അവിടെ ഒരു അസംഷൻ ലാൽ എടുക്കുന്നുണ്ട്, പീപ്പിൾ ആർ വില്ലിംഗ് ടു ഗ്രോ എന്നുള്ളത്. മനസ്സിലായില്ലേ? അങ്ങനെയൊന്നുമല്ല ആക്ച്വൽ നടക്കണേ. ഇപ്പൊ നമ്മളെ മാതിരിയുള്ള പല ആൾക്കാർക്കും ജോലി കിട്ടൂല്ലോ. ഇതിപ്പോ ഞാൻ പറയട്ടെ, ഇതിന്റെ ഉള്ളില് ഈ ഇതുണ്ട്. അപ്പൊ ഒരു കാൽക്കുലേറ്റഡ് മൂവ് ആണ്. റെഡിയാ? അപ്പൊ ഇത് തന്നെ. അപ്പൊ ഇതിപ്പോ മെയിൻ ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ
ഫ്രാങ്ക്ലി സ്പീക്കിംഗ് 2022 ഒരു 6 മാസവും 2020 ഒരു 5 മാസവും 2018 ഒരു 6 മാസമാണ് 2015 ശേഷം ഞാൻ .NET വർക്ക് ചെയ്തേക്കുന്നത്. ഞാൻ .NET പ്രൊജക്ട്സിൽ ഞാൻ ഇൻവോൾവ് ആയിട്ടുള്ള വർക്ക് ചെയ്തേക്കുന്നത്. അപ്പൊ പ്രാക്ടിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ .NET കോറിൽ കുറെ ടോയ് കോഡ് എഴുതിയിട്ടുണ്ടെന്നല്ലാതെ ഈ ആക്ച്വൽ പ്രൊഡക്ഷൻ കോഡൊന്നും എന്റെ ഷിപ്പ് ചെയ്തിട്ടില്ല. പക്ഷെ ഇപ്പൊ നൗ ഇൻ ദ ലാസ്റ്റ് 1 വീക്ക് ഈ .NET കോറിന്റെ ഞാൻ കുറെ .NET കോറിൽ ഡെവലപ്പ് ചെയ്യുന്ന പ്രൊഡക്ട്സും പ്ലാറ്റ്ഫോംസിന്റെ ആർക്കിടെക്ചറും അതിന്റെ ഉപയോഗിച്ച ലൈബ്രറീസും കുറച്ച് ആൾക്കാരുടെ പുൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഐ തിങ്ക് ഐ ക്യാൻ ആക്ച്വലി ഗോ ആൻഡ് ആർക്കിടെക്ട് എനി .NET കോർ സിസ്റ്റം ആസ് വെൽ. ഇപ്പൊ .NET കോർ എന്ന് പറഞ്ഞ സാധനം ഇല്ലല്ലോ. .NET 5 വരെയാണ് കോർ ഉണ്ടായിരുന്നത്. ഇപ്പൊ 5, 6, 7, 8 .NET എന്നാണല്ലോ അവർ വിളിക്കുന്നത്. അപ്പോ അങ്ങനെയുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ സ്പ്രിംഗിൽ ഞാൻ RX ബുക്ക് വരെ എഴുതിയിട്ടുണ്ട്. റിയാക്റ്റീവ് പ്രോഗ്രാമിംഗ് ഞാൻ .NETലും മറ്റേ എന്താ പറയാ ഞാൻ ഉപയോഗിച്ച സ്ഥലത്ത് വർക്ക് ചെയ്ത ജാവ പ്രൊജക്ട്സിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ സ്പ്രിംഗ് വെബ് ഫ്ലക്സ് ഇതുവരെയായിട്ട് ഞാൻ ചെയ്തിട്ടില്ല. അത് ഞാൻ കഴിഞ്ഞ ദിവസമാണ് കോഡ് എഴുതി ഇവിടെ കിട്ടിയ. ബട്ട് ഇപ്പൊ അവിടെ തന്നെ പ്രശ്നമുണ്ട്. എനിക്ക് RX ജാവ അറിയാൻ പാടില്ലായിരുന്നു. ഇപ്പൊ ഈ കഴിഞ്ഞ ആഴ്ചയാണ് പ്രൊജക്ട് റിയാക്ടർ എന്ന് പറയുന്ന സാധനമുണ്ട്. പ്രൊജക്ട് റിയാക്ടർ ആണ് മച്ച് ഇന്റഗ്രേറ്റഡ്. ഇപ്പൊ ഞാൻ വേറെ എക്സാമ്പിൾ പറഞ്ഞുതരാം. 2017 മൈക്രോ സർവീസസ് ഒക്കെ ആരംഭകാലത്ത് ഞാൻ T-Mobile, സ്റ്റേറ്റ് സ്ട്രീറ്റ് ബാങ്ക് അവിടെയൊക്കെ കൺസൾട്ട് ചെയ്യുമ്പോൾ യുറേക്ക ഹിസ്ട്രിക്സ് ഒക്കെ വെച്ചിട്ടാണ് സർക്യൂട്ട് ബ്രേക്കർ ചെയ്യുന്നത്. ഇപ്പൊ മിക്കവരും കൂബർനെറ്റ്സ് തന്നെ ഉപയോഗിക്കാന്നാ പറയുന്നത്. ആണോ? അതാണോ? എന്താണ് നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്? എനിക്കറിയില്ല കേട്ടോ, അങ്ങനെ ഡീറ്റെയിൽ അറിയില്ല. ഇഷ്ടിയോ ഒക്കെ വെച്ചിട്ട് ആണ് ഹാൻഡിൽ ചെയ്യണമെന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? സർവീസ് ഡിസ്കവറി, സോറി, മറ്റേ സർക്യൂട്ട് ബ്രേക്കർ അല്ല, സർവീസ് ഡിസ്കവറി. റെസിലിയൻ ഫോർ JI എന്ന് പറഞ്ഞിട്ട്. റെസിലിയൻ ഫോർ JI ഇൻസിഡന്റ്ലി ഞാൻ UST വർക്ക് ചെയ്തൊരു പ്രോജക്റ്റിൽ യൂസ് ചെയ്യുന്ന സർക്യൂട്ട് ബ്രേക്കറിന് വേണ്ടി ആയിരുന്നില്ല, മറ്റേ റേറ്റ് ലിമിറ്റിങ്ങിന് വേണ്ടി. ഇതിപ്പോ നമ്മൾ പോകുന്ന സ്ഥലത്ത് ഒരു ഫൈനൈറ്റ് സെറ്റ് ലൈബ്രറി ഉണ്ടാവും. ആ ലൈബ്രറിയിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന കൺസേൺ ചിലപ്പോൾ അതിന്റെ ചെറിയൊരു പാട്ടായിരിക്കും. ഇപ്പൊ പോളി .NETന്റെ കൂടെയുള്ള അതൊരു സർക്യൂട്ട് ബ്രേക്കർ ലൈബ്രറി ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം പോളി ഞാൻ പണ്ടൊരു സെക്യൂരിറ്റി ഓഡിറ്റ് ചെയ്തപ്പോ അവിടെ വട്ടം വന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോ ഇപ്പൊ പോളി സർക്യൂട്ട് ബ്രേക്കറിന് അല്ലാതെ വേറെ എന്തെങ്കിലും ഇതിനു വേണ്ടി ലാലോ ആരണോ ഉപയോഗിച്ചിട്ടുണ്ടോ? ഇല്ല സാറേ, ഞാനങ്ങനെ യൂസ് ചെയ്തിട്ടുള്ള. അല്ല, ലാലിന് പിടി കിട്ടിയോ അപ്പൊ ഈ പ്രിപ്പറേഷൻ ചലഞ്ച്? ഇതിപ്പോ ഞാൻ പറയട്ടെ, ഇപ്പൊ നിങ്ങൾക്ക് കുറെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ആ ഓപ്പർച്യൂണിറ്റി ആയിട്ട് ടൈറ്റ്ലി ബൗണ്ടഡ് ആയിട്ടുള്ള റിക്വയർമെന്റ് മാത്രം ആളെ എടുക്കുന്ന സ്ഥലത്ത് ജോലിക്ക് പോകാതിരിക്കുന്നതാണല്ലോ എന്റെ അഭിപ്രായം. ശരത്തുണ്ടോ അവിടെ? എന്താണ് നിങ്ങളുടെ തോട്ട്? അല്ല, എന്തിനെ പറ്റിയാണ് സ്പെസിഫിക്കലി? അതായത് ഇപ്പൊ നമ്മള് ഇപ്പൊ 100 ഓപ്പർച്യൂണിറ്റി ഉണ്ട്. 100 ഓപ്പർച്യൂണിറ്റിക്കും ടൈറ്റ്ലി ബൗണ്ടഡ് ആയിട്ടുള്ള പാസ്റ്റ് എക്സ്പീരിയൻസ് ഉള്ള ഫിറ്റ് ദ ബിൽ ഡെവലപ്പേഴ്സ് അവൈലബിൾ ആയിരിക്കും. അത് വെച്ച് മാത്രം ഹയർ ചെയ്യുന്ന ഒരു സ്ഥലത്ത് ജോലിക്ക് പോകാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് എന്റെ അഭിപ്രായം. ഇവിടെ ദാറ്റ് ഈസ് ദ ബെസ്റ്റ് കമ്പനി. അവിടെ മിക്കവാറും മറ്റേ എന്താ പറയാ, ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ആ ഒരു പ്രശ്നം ഉണ്ടല്ലോ അല്ലെ. ഒരു പരിധി വരെ അല്ലേ അത് ആപ്ലിക്കബിൾ ആയിട്ട് വരുള്ളൂ. ഹൈറാർക്കിയിൽ മുകളിലോട്ട് പോകുമ്പോ അത് അല്ല, ഹൈറാർക്കിയിലേക്ക് മുകളിലോട്ട് പോവാന്ന് പറഞ്ഞാല് ഞാനിത് കഴിഞ്ഞ തവണ പറഞ്ഞതാ. ഇപ്പോ പീപ്പിൾ ലൈക്ക് ഒരു ഡയറക്ടറോ അല്ലെങ്കിൽ ഒരു ഡയറക്ടർ ഓഫ് എഞ്ചിനീയറിംഗോ, ഒരു VP ഓഫ് എഞ്ചിനീയറിംഗോ, CTO, ഈവൺ ഇപ്പൊ CEO, CFO CEO അല്ലെങ്കിൽ COയെ ഇന്റർവ്യൂ ചെയ്താലൊക്കെ എനിക്ക് നല്ല ക്ലിയറൻസ് ഉണ്ട്. ഇവിടെ കിട്ടിയ എസ്പെഷ്യലി ക്രോസ് കൾച്ചറൽ എൻകൗണ്ടറിലും ഇപ്പൊ എനിക്ക് ഹിസ്റ്ററി ഉണ്ട് കാണിക്കാൻ. അതായത് പിന്നെ ഒരു ബ്രിട്ടീഷ് പബ്ലിഷറിന്റെ ഇതിൽ 2 ബുക്ക് എഴുതിയതിന്റെ അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോ അതുണ്ട്. പക്ഷേ ആ ഗേറ്റ് കീപ്പർ ഇന്റർവ്യൂ ആണ് ഐ എം മോർ കൺസേൺ. പിന്നെ ക്വാണ്ടിറ്റേറ്റീവ് ഫിനാൻസ് ഏരിയയില് അതൊരു മെറിറ്റോക്രസിയാണ്. അതെനിക്ക് വേണേ ഞാൻ എക്സ്പെക്ട് ചെയ്യണത് ഏതാ ഞാനത് വരുൺ എന്ന് പറഞ്ഞ പുള്ളിയോട് പറഞ്ഞപ്പോ അല്ല അടിപൊളി ആൾക്കാരുണ്ടാവുന്നു. അതിപ്പോ ഈ സായിപ്പ്മാരെല്ലാം ബുദ്ധിമാന്മാരെന്ന് പറഞ്ഞ മതിയായിപ്പോയല്ലോ.
എന്താ ഗ്യാരണ്ടി എന്ന്? ഇല്ല അല്ലേ? അപ്പൊ ആ ഒരു പ്രശ്നമുണ്ട്, മനസ്സിലായില്ലേ? ഇനിയിപ്പോ ഈ ഈ ശരത്ത് ഞാൻ ഒരു കാര്യം, ഈ വെബ്ഫ്ലക്സിന്റെ ഇപ്പൊ ഞാൻ അതെ ഇൻസിഡന്റലി ഒരു ന്യൂസ് ഞാൻ പറഞ്ഞുതരാം. എന്റെ വൈഫ് ഇപ്പൊ വർക്ക് ചെയ്യണ പ്രൊജക്റ്റില് അവർ വെബ്ഫ്ലക്സ് ഉപയോഗിക്കുന്നത് കേട്ടോ. അത് അല്ല, കഴിഞ്ഞ ദിവസം മോണോ ഗ്രീൻഫീൽഡ് പ്രൊജക്ട് അല്ലേ അത്? അത് ഗ്രീൻഫീൽഡ് പ്രൊജക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ അവിടെ കമ്പോസ ഉപയോഗിക്കണേ, മറ്റേ ജെറ്റ് ബ്രെയിൻസിന്റെ. അപ്പൊ ഫോർ സം റീസൺ അത് ഈ റെസ്യൂം ഡ്രിവൻ ഡിസൈൻ ആയിരിക്കും. അത് ഷോർട്ട് സൈറ്റഡ് ഡിസൈൻ ഡിസിഷൻ ആയിട്ട് എനിക്കിപ്പോ ഫീൽ ചെയ്യണേ. പക്ഷെ പറഞ്ഞോ. അല്ലല്ല, അപ്പൊ എന്റെ ചോദ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ കൺട്രോളർ ബേസ്ഡ് കൺട്രോളർ സർവീസ് എന്താ പറയാ ബീനോ എൻറ്റിറ്റിയോ whatever it is, ബീൻ, പിന്നെ അല്ലെങ്കിൽ കോമ്പണന്റ് whatever. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങളുടെ ഇതാണല്ലോ റെപ്പോസിറ്ററി. ഈ രീതിയിലാണല്ലോ ഡെവലപ്മെന്റ് ക്ലാസിക്കൽ ഇതിൽ പോയത്. അപ്പോ ഈ നോൺ ബ്ലോക്കിംഗ് ആയിട്ടുള്ള, ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ നോൺ ബ്ലോക്കിംഗ് IO വെച്ചിട്ട് നമ്മൾ സ്പ്രിംഗ് ഫ്ലക്സിൽ കോഡ് ചെയ്ത് കഴിഞ്ഞാൽ നോട്ട് ജെ സ്റ്റൈൽ ഡെവലപ്മെന്റിന്റെ, അതായത് ഇപ്പൊ ഒരു എന്തെങ്കിലും നോട്ട് ജെസിന്റെ ഫ്ലെക്സിബിലിറ്റി ഉണ്ടല്ലോ, അതായത് സർവിങ് മോർ റിക്വസ്റ്റ് പെർഫോമൻസ് വെർട്ടിക്കൽ സ്കെയിലിംഗ് അത് കിട്ടും. അപ്പൊ വെർട്ടിക്കൽ സ്കെയിലിംഗിന് അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഒരു പ്രോട്ടോടൈപ്പിന്റെ കേസിൽ അപ്പൊ അതൊരു നല്ലൊരു പരിപാടിയല്ലേ? അല്ല, പക്ഷേ പ്രോഗ്രാമിംഗ് മോഡല് മാറുന്നുണ്ട്. ആവറേജ് പ്രോഗ്രാമറുടെ കോഗ്നിറ്റീവ് മോഡലായിട്ട് അത് ഫിറ്റ് ആവണം. അത് ഇപ്പോഴും മെജോറിറ്റി ജാവ ഡെവലപ്പേഴ്സ് ഇമ്പരറ്റീവ് ത്രെഡ് ബേസ്ഡ് തിങ്കിങ്ങിലാണുള്ളത്. അതായത് കൊമോഡിറ്റി ടാലന്റ് വെച്ച് കൊമോഡിറ്റി ടാലന്റ് വെച്ച് ഓർഗ് സ്കെയിൽ ചെയ്യണമെങ്കിൽ റൈറ്റ് ചോയ്സ് അല്ല. അല്ല, അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ സർവീസ് അല്ല കൺട്രോളർ സർവീസ് റെപ്പോസിറ്ററി കൺട്രോളറിന് പകരം ഇവർക്ക് എന്തോ ഇതാണ്. അപ്പൊ ഞാൻ പറഞ്ഞാല് സർവീസ് റെപ്പോസിറ്ററി എൻറ്റിറ്റി കോമൺ ആയിട്ട് ഷെയർഡ് കേർണൽ ആക്കിക്കൂടെ? അങ്ങനെയാണെങ്കിൽ ആ ഫ്രണ്ടിൽ മാത്രമല്ലേ മാറുന്നുള്ളൂ, കൺട്രോളർ ലോജിക് അല്ലേ മാറുന്നുള്ളൂ. പക്ഷെ അതില് കാര്യമില്ല സാറേ. മറ്റേ നമ്മള് അതായത് സബ്സ്ക്രൈബ് കഴിഞ്ഞാൽ ടോപ്പ് ഡൗൺ ആ പ്രോഗ്രാമിംഗ് മോഡൽ ചെയ്തോണം, അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് ഇല്ല. അല്ല, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു നൈവ് ഡെവലപ്പർ ആണെന്ന് വെച്ചോ, പീപ്പിൾ ഹു വർക്ക് ബേസ്ഡ് ഓൺ പാറ്റേൺസ്, അതായത് കോഡ് പാറ്റേൺ, ഞാൻ ഡിസൈൻ പാറ്റേൺ അല്ല ഉദ്ദേശിച്ചത്, കോഡ് പാറ്റേൺ വെച്ച് കാണുന്നതാണെങ്കിൽ പണ്ടാണെങ്കിൽ ഒരു പോജോ റിട്ടേൺ ചെയ്യും പല ഫംഗ്ഷനിൽ നിന്ന്. ഇപ്പൊ ഇവിടെയാണെങ്കിൽ ഇപ്പൊ ഒരു ഫ്ലക്സ് ഒരു ആ ടൈപ്പ് കൊടുക്കും, അല്ലെങ്കിൽ മോണോ കൊടുക്കും. പിന്നെ അവിടെ ഒരു എന്താ പറയാ ഒരു ഫംഗ്ഷണൽ, ഒരു ലേസി ഫംഗ്ഷൻ ആയിരിക്കും ഇവാലുവേറ്റ് ചെയ്യണേ. ആ ഒരു വ്യത്യാസമല്ലേ ഉള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ ഞാൻ പറഞ്ഞ അല്ല, പക്ഷെ നമ്മള് അതായത് ഇപ്പോ ബ്ലോക്കിംഗ് കോഡ് വരാൻ പാടില്ല ആ പൈപ്പ് ലൈനില്. അപ്പൊ അത് യൂസ് ചെയ്യുന്ന ഓരോ ലൈബ്രറിയും നമ്മൾ അവെയർ ആയിട്ട് യൂസ് ചെയ്യണം. റിയാക്റ്റീവ് അതായത് ഇതിപ്പോ പറയണെന്ന് വെച്ചാല്, ഇപ്പൊ മറ്റേതാകുമ്പോ ഈ ബ്ലോക്കിംഗ് സ്ട്രാറ്റജി ആകുമ്പോ നമ്പർ ഓഫ് ത്രെഡ്സ് വിൽ ഡിസൈൻ യുവർ സ്കെയിലബിലിറ്റി. ഇതിപ്പോ നിങ്ങള് വെളുക്കാൻ തെച്ചപ്പോ ഉണ്ടാവുന്നതാണ് പറയണേ. അതായത് ത്രൂപുട്ട് കൂട്ടാൻ നോക്കിയിട്ട് ഒറ്റയ്ക്ക് സ്കെയിൽ ചെയ്യാൻ നോക്കിയിട്ട് അവിടെ ഇവിടെയൊക്കെ ബ്ലോക്കിംഗ് കോഡ് വന്നു കഴിഞ്ഞാൽ അതിലും ചിലപ്പോൾ പെർഫോമൻസ് ഡിപ്പ് ചെയ്യും, ത്രെഡ് ആയിരിക്കും അവിടെ ബെറ്റർ എന്നാണ് പറയുന്നത് അല്ലെ? ഒരു സെറ്റ് ഓഫ് സ്മാർട്ട് ഡെവലപ്പേഴ്സ് ആണെങ്കിൽ ഓക്കെ ആണത്, അടിപൊളിയായിട്ട് പോകും. പക്ഷേ കൊമോഡിറ്റി ടാലന്റ് വരുമ്പോൾ പ്രശ്നമുണ്ട്. അല്ല, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മുടെ RX അല്ല സ്പ്രിംഗ് മറ്റേ റിയാക്റ്റീവ് കോറ് സിങ്ക്രണസ് ആൻഡ് അസിങ്ക്രണസ് മോഡിൽ ഓടാലോ. ഇപ്പൊ എത്ര ത്രെഡ് വരെ അവർക്ക് ഇത് ഓടിക്കാൻ വേണ്ടി മറ്റേ ജാവയില് സ്ട്രീമിലെ 2 ത്രെഡേ പറ്റുള്ളൂ എന്നുള്ളതുണ്ടല്ലോ. അതേമാതിരി എന്തെങ്കിലും ഈ ഇവിടെ ലിമിറ്റ് ഉണ്ടോ? കോൺഫിഗർ ചെയ്യാം. ഇത് കോൺഫിഗർ ചെയ്യാൻ പറ്റും. നമുക്ക് ഡിഫോൾട്ട് അവരുടെ വർക്കർ ത്രെഡ്സ് നമുക്ക് കോൺഫിഗറബിൾ ആണെന്നാണ് എന്റെ അണ്ടർസ്റ്റാൻഡിങ്. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പ്രോഗ്രാമിംഗ് മോഡല് റിയാക്റ്റീവും എന്നിട്ട് ത്രെഡിന്റെ എണ്ണം കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ അസിങ്ക് അവൈറ്റിന്റെ ഒരു എമുലേഷൻ കിട്ടുമോ? അല്ല, അസിങ്ക് അവൈറ്റിന്റെ എമുലേഷൻ ഉദ്ദേശിക്കുന്നത് വെർട്ടിക്കൽ സ്കെയിലിംഗ് അല്ലേ?
അത് തന്നെ. അല്ല അത് അതിപ്പോ കിട്ടും, അങ്ങനെയല്ല, അത് IO കിട്ടും. ബൗണ്ട് ആണോ CPU ബൗണ്ട് ആണോ എന്നുള്ളത് പ്രോഗ്രാമർ എക്സ്പ്ലിസിറ്റ്ലി അറിയേണ്ട കാര്യമില്ല. അപ്പൊ അതെ അതെ. ത്രെഡഡ്, അതായത് ഇപ്പൊ മൈക്രോസോഫ്റ്റിന്റെ അസിങ്ക് അവൈറ്റ് ലിംഗ്വിസ്റ്റിക് ലെവലിൽ കൊണ്ടുവന്നപ്പോ ഇപ്പൊ ജാവ ശരത്ത് തന്നെ പറഞ്ഞിട്ടില്ലേ, അതായത് അവരെ API ബ്രേക്ക് ചെയ്യാതിരിക്കാനാണ് അവർ ചെയ്തത്. അതെ. ഓക്കെ, അപ്പോ ഇപ്പൊ ഇതിന്റെ ഉള്ളിൽ ഈ ഹൈബ്രിഡ് മോഡൽ വരുമ്പോ മറ്റേ എന്താ പറയാ, ഈ പ്രോഗ്രാമറിന് ഡിസ്റ്റിങ്ഷൻ എടുക്കണ്ട IO ബൗണ്ട് ആണോ CPU ബൗണ്ട് ആണോ എന്ന്. അതായത് വെനെവർ നിങ്ങള് അസിങ്ക് അവൈറ്റ് ഹൈറാർക്കിക്കൽ ആയിട്ട് കൊടുക്കുമ്പോ കമ്പൈലർ തന്നെ കണ്ടിന്യൂഷൻ പാസിംഗ് സ്റ്റൈലിലോട്ട് അത് മാറ്റിക്കോളും. ഏത് ഡോട്ടിന്റെ കേസിൽ കമ്പൈൽ ടൈമിൽ നിങ്ങളുടെ സാധനം IO ബൗണ്ട് ആണെങ്കിൽ എല്ലാ കമ്പ്യൂട്ടേഷൻ അതെടുക്കേണ്ട ടൈം എടുത്തിട്ട് ചേഞ്ച് ചെയ്തോളൂ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, അതായത് നമ്പർ ഓഫ് അവൈലബിൾ ത്രെഡ്സിലോട്ട് കുറെ സീക്വൻസസ് ഇൻഡിപെൻഡന്റ്ലി ഷെഡ്യൂൾ ചെയ്യപ്പെടും. അതാണ് നടക്കുന്നത്. അതെ അതെ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടോപ്പോളജിക്കൽ സോർട്ട് ഒക്കെ ചെയ്ത് ചെയ്യണതിന് പകരം ഒരു ഇംപ്ലിസിറ്റ് ടോപ്പോളജിക്കൽ സോർട്ട് ഉണ്ടാവില്ല. അതായത് ഞാനിവിടെ നെസ്റ്റഡ് അസിങ്ക് ഉണ്ടെന്നുള്ള അസംഷനിലാണ് എടുക്കുന്നത് കേട്ടോ. ഇങ്ങനെ ഒരു വലിയ ലോജിക് വരുമ്പോ വരുമല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോ നോൺ ഓവർലാപ്പിംഗ് ആയതുകൊണ്ട് ഇപ്പൊ ഡാഗ് പോലും വേണമെന്നില്ല, അതൊരു ട്രീ ആയിരിക്കും അല്ലേ. അതെ അതെ. അപ്പൊ ഞാൻ നോക്കുമ്പോ ഇത് ഇപ്പോ ത്രെഡ്സ് കോൺഫിഗറബിൾ ആണെങ്കിൽ മറ്റേ ഇപ്പൊ നോട്ട് ജേസ് സിംഗിൾ ത്രെഡിലല്ലേ ഇതെല്ലാം ഒപ്പിക്കണേ. എനിക്ക് സിംഗിൾ ത്രെഡ് എന്ന് പറഞ്ഞാൽ വർക്കർ ത്രെഡ്സ് അല്ല എങ്കിലും ഈ നോട്ട് ജേസിന്റെ പണ്ഡിതന്മാര് പറഞ്ഞത് എന്താണ്, 10 ഇൻസ്റ്റൻസ് വെച്ചിട്ട് ഒരു മെഷീൻ തന്നെ ഓടിക്കാലോ എന്നാണ്. അതിന്റെ ആവശ്യമില്ല ഇവിടെ ഞാൻ പറഞ്ഞ വെച്ചാല് സ്പ്രിങ്ങിനെ ഹാൻഡിൽ സ്പ്രിങ് അല്ലെങ്കിൽ എന്താ പറയാ ഈ റിയാക്റ്റീവ് കോറ്. ഞാൻ സെർവ്ലെറ്റ് സ്പെസിഫിക്കേഷനിൽ ഈ ടൈപ്പ് മോഡല് പ്രൊവിഷൻഡ് ആണ്. സെർവ്ലെറ്റ് സ്പെസിഫിക്കേഷനിൽ ഈ റിയാക്റ്റീവ് മോഡല് അല്ല. എന്റെ ചോദ്യം എന്ന് വെച്ചാല് ടോം ക്യാറ്റ് എങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്യുന്നതാണ്. നിങ്ങളൊരു ലൈബ്രറി ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ ഞാൻ സമ്മതിച്ചു. സ്പ്രിങ് രണ്ട് മോഡലും ഒരേ സമയം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്റെ ഒരു അസംഷൻ സെർവലെറ്റിൽ അത് സപ്പോർട്ട് ചെയ്യണ്ടേ. ഇത് സെർവ്ലെറ്റ് പ്രോഗ്രാമിംഗ് മോഡലിന് പുറത്താണെന്നാണ് എന്റെ. സെർവ്ലെറ്റിൽ അസിങ്ക് മോഡൽ ഉണ്ട്, പക്ഷെ അത് റിയാക്റ്റീവ് സപ്പോർട്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് അതിന് പുറത്താണ് സെർവർ കിടക്കണേന്നാണ്, ആ സ്പെസിഫിക്കേഷന് പുറത്താണ് കിടക്കണേന്നാണ് എന്റെ അണ്ടർസ്റ്റാൻഡിങ്. അല്ല അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ഇപ്പൊ സെർവലെറ്റിൽ അസിങ്ക് സെർവലെറ്റ് 3 ഉണ്ടെന്ന് ഞാൻ 2015 വായിച്ചിട്ടുണ്ട്. അപ്പോ എന്റെ ചോദ്യം എന്ന് വെച്ചാൽ ഇപ്പൊ ഈ ഡോട്ട് നെറ്റിലെ അല്ലാതെ ഒരു അസിൻക്രോണസ് പേജസ് ഓർക്കുന്നുണ്ടോ ഡോട്ട് നെറ്റ് 2 സിൻക്രണസ് പേജ് ഇല്ല, വലിയ ഐഡിയ. ശരിക്കും അസിൻക്രോണസ് ASP.NET പേജസ് ഉണ്ടായിരുന്നു പണ്ട്. അതായത് ASP.NET 2 കാലഘട്ടത്തിൽ വന്നതാ. അപ്പോ ഞാൻ ഇവിടെ ശരത്തെ അത് പറയാൻ കാരണം വെച്ചാല് അസിൻക്രോണസ് പേജസ് ഉള്ള മാതിരി ജാവയിൽ അതാന്ന് കൂട്ടാം ഇവിടെ. അതായത് സം കൈൻഡ് ഓഫ് കോൾ ബാക്ക് മെക്കാനിസം ഉണ്ടാവും അല്ലേ. അതെ അതെ അതെ. സെർവ്ലെറ്റിന്റെ ആ പൈപ്പ് ലൈൻ അല്ല ഇവര് റിലേ ചെയ്യണേ എന്നാണ് എന്റെ അണ്ടർസ്റ്റാൻഡിങ്. അല്ല അത് പക്ഷെ പാർട്ട് ഓഫ് ദിസ് അല്ല. ഇപ്പൊ നമ്മളിപ്പോ സ്പ്രിങ്ങിന്റെ അല്ലേ ഞാൻ ഉദ്ദേശിക്കണേ. ഇപ്പോ സ്പ്രിങ് ജാർ മോഡലില് അല്ല വാർ മോഡലില് കമ്പൈൽ ചെയ്തിട്ട് ടോം കാറ്റിലോ ജെറ്റിയിലോ നെറ്റിയിലോ എക്സ്റ്റേണലി ഡിപ്ലോയ് ചെയ്യാൻ പറ്റുമെന്നാണ് എന്റെ ചോദ്യം. ഇല്ല, ഇതിന് അവരുടെ എംബഡഡ് സെർവർ തന്നെ യൂസ് ചെയ്യണം നമ്മള്. ആണോ? ഓക്കെ, അങ്ങനെയാണ് ഫെയർ എനഫ്. അല്ല ഞാനത് പറ്റുമെന്ന് വിചാരിച്ചിരുന്നേ. അങ്ങനെയാണെങ്കിൽ സെർവർ സ്പെസിഫിക്കേഷനിലാണല്ലോ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ സ്പ്രിങ്ങിന് എനിക്കറിയില്ല, അതായത് അപ്പൊ പിന്നെ നമ്മള് ആ പൈപ്പ് ലൈൻ, അതായത് ഒരു സെർവലെറ്റിന്റെ ഉള്ളിൽ നിന്ന് ഈ വേൾഡിലോട്ട് പോകാൻ പറ്റില്ല. അതായത് റിക്വസ്റ്റ് ബ്രോക്കറിന്റെ അവിടെ നിന്ന് പോകണം അല്ലേ. അല്ലെങ്കിൽ സ്ലോ ആവില്ലേ. ഈ അസിൻക്രോണസ് പേജസ് ഉണ്ടായിരുന്നുണ്ടല്ലോ അല്ലെ ഡോട്ട് നെറ്റില് 2 ഇപ്പൊ അത് നോക്കിയായിരുന്നു. ഞാൻ വർക്ക് ചെയ്തിട്ടില്ല, പക്ഷേ സംഭവം കൊള്ളാം. അല്ല ഡീനോ, ഇതിപ്പോ ഈ 2007 ഈ മറ്റേ 2 വന്നില്ലേ, ആ കാലഘട്ടം പറഞ്ഞേ.
ഇപ്പൊ ഉം. ഡീനോ എസ്പോസിറ്റോ എന്ന് പറഞ്ഞ പുള്ളിയുണ്ട്. ഉം. പുള്ളി പണ്ട് മറ്റേ ഈ മറ്റേ ഷെൽ പ്രോഗ്രാമിങ്ങിന്റെ ഒക്കെ ബുക്ക് എഴുതിയിരുന്നാണോ. പിന്നെ പുള്ളി .NET ഈ ടൈപ്പ് ബുക്സ് എഴുതുമായിരുന്നു. ഉം. ഉം. അപ്പൊ ഇപ്പൊ കാലങ്ങളോളം എനിക്ക് ഉപയോഗിക്കാൻ പറ്റില്ലായിരുന്നു. കാരണം ഉം. ഈ 2 ആണെങ്കിലും 1.1 ഞാൻ അന്ന് വർക്ക് ചെയ്തിരുന്ന ആപ്ലിക്കേഷൻ ഓടിയിരുന്നു. ഉം. അറിയാലോ .NET ഈ മറ്റ് എല്ലാ വെർഷൻസും ഉണ്ടാവുന്നുള്ളത്. 1ഉം ഇപ്പൊ 3 നമ്മൾ 4 ആന്ന് പറഞ്ഞാലും 2ഉം 1ഉം 1.1 ഉണ്ടാവും. ആ, അത് പാക്കേജ് ആയിട്ട് വരുന്നതല്ലേ, നമുക്ക് വേണമെങ്കിൽ ഒരു സ്പെസിഫിക് വെർഷൻ ഇൻസ്റ്റാൾ ചെയ്യാമല്ലോ. പിന്നെ ഇന്റർവ്യൂ പ്രിപ്പറേഷനിലെ ചെറുതെ വേറൊരു ഇത് പറഞ്ഞില്ലേ, നമ്മുടെ ജോസഫ് സാറ് പറഞ്ഞു JD വായിക്കാൻ പറഞ്ഞു. അപ്പൊ JD വായിച്ചപ്പോഴാണ് ഈ ഇപ്പോ ഇതൊരു എക്സ്ക്യൂസ് ആയിട്ട് എടുക്കുന്നതാണ്. C# ഇതിലോട്ട് ഒരു തിരിച്ചു വരവ് നടത്ത. ഇനിയിപ്പോ നാട്ടിൽ വന്നിട്ട് ജീവിക്കാൻ പറ്റില്ലെങ്കിൽ ഒരു MVP ആവാലോ. അല്ലേ? ഏത് പിന്നെ ഏതാ MVP ആയ എളുപ്പമായിരിക്കില്ല. ഒന്നും അല്ലേ, ഇപ്പൊ നമുക്ക് ബാല്യം കൂടുതലല്ലേ. നമ്മൾ ആദ്യമേ തന്നെ ഹൗ ടു ക്രിയേറ്റ് യുവർ ഓൺ മറ്റേ എന്താ പറയാ ഹൗ ടു ക്രിയേറ്റ് എ വെബ് API ടു ആഡ് 2 നമ്പേഴ്സ് അവിടെ നിന്ന് തുടങ്ങി ഓർത്തിലൊക്കെ ആൻസർ ചെയ്ത് ഈ സമയം ഇനിയിപ്പോ നാട്ടിൽ തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ അതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. MVP ആവണോണ്ടുള്ള പ്രശ്നം കൊണ്ടല്ല, ബാക്കി കമ്മ്യൂണിറ്റി എന്നുള്ള ഫീഡ്ബാക്കിന്റെ വെച്ചിട്ടാണ്. അല്ല, ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ മതം മാറും. നമ്മള് പിന്നെ കുറച്ചു കാലത്തേക്ക് ജാവേ എന്താണെന്നൊക്കെ ചോദിക്കും. കൊച്ചി മൈക്രോസോഫ്റ്റ് യൂസർ ഗ്രൂപ്പ് തുടങ്ങിയാൽ മതി. കൊച്ചി മൈക്രോസോഫ്റ്റ് യൂസർ ഗ്രൂപ്പ് തുടങ്ങി കഴിഞ്ഞപ്പോ ഇപ്പൊ എന്തൊക്കെ ഉണ്ട്. ഒറിജിനൽ കേമഗ് ഉണ്ട്, കോയാമഗ് ഇപ്പൊ ഇല്ലാന്ന് തോന്നുന്നു. സാപ്പിലിന്റെ മഗ്, പിന്നെ ഷാൽവിന്റെ മഗ്, അതിൽ നിന്നുള്ള അവാന്തര വിഭാഗം നമ്മുടെ മഗ്. ഇനിയിപ്പോ ഒരു 6ാമത്തെ പറഞ്ഞ തുടങ്ങണോ? മഗ് മുട്ടി നടക്കാൻ പറ്റണ്ടോ? അതെ അതിന്റെ ഉള്ളില് ഒരു ഇത് ഇപ്പോ എന്റെ മെയിൻ ആയിട്ടുള്ള 2 ശത്രുക്കളുണ്ടല്ലോ. അതായത് എനിക്ക് ഇന്റർവ്യൂ പറയാം, അവർക്ക് ഇപ്പൊ പേടിയായി തുടങ്ങി. കാരണം ഇപ്പൊ ഞാൻ ലാലിന്റെന്നും അരുണിന്റെന്നും പിന്നെ ജോസഫ് സാറിന്റെന്നും എല്ലായിടത്തുനിന്നും ഞാൻ പൊളി. എന്നിട്ട് ഇപ്പൊ ഞാൻ തന്നെ ഇപ്പൊ പറയണ്ടേ .NET ചെറുതെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോസഫ് സാറിനെ കൊണ്ട് ഒരു കൺസോൾ ആപ്ലിക്കേഷൻ എഴുതിച്ചു ആദ്യം. എന്നിട്ട് അത് ഞാൻ ഇപ്പുറത്ത് റെപ്ലിക്കേറ്റ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് അസംബ്ലി വിളിപ്പിച്ചു. അപ്പൊ ഞാൻ അങ്ങനെയാണ് മറ്റേ .NET വിഷ്വൽ സ്റ്റുഡിയോ കോഡ് വെച്ചിട്ട് ഇതൊക്കെ ചെയ്യാനായിട്ടാ. വിഷ്വൽ സ്റ്റുഡിയോ എത്തിക്കഴിഞ്ഞപ്പോ എന്റെ പ്രൊഡക്ടിവിറ്റി ഭയങ്കര അത് ചെയ്ത്. പിന്നെ ഒരു കൺസോൾ ആപ്ലിക്കേഷൻ എങ്ങനെ ഒരു സെൽഫ് ഹോസ്റ്റഡ് വെബ് ആപ്ലിക്കേഷൻ ആണെന്നുള്ളതിന് വേണ്ടി ഒരു 2-3 മണിക്കൂർ ഇരുന്നപ്പോ ഒരു എന്താ പറയാ ഒരു സെയിം ആപ്ലിക്കേഷൻ ജാവയിൽ ഞാൻ ചെയ്യാറുണ്ട്. ചെറുതെ ഒരു മെയിൻ വന്നു, കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ് വെച്ചിട്ട് കൺസോൾ ആപ്ലിക്കേഷൻ വേണോ, മറ്റേ വെബ് വേണോ, ഡെസ്ക്ടോപ്പ് MIUI ഞാൻ ചെയ്തു നോക്കിയില്ല. അതും കൂടി ചെയ്തു നോക്കി കഴിഞ്ഞാൽ ഈ ഇപ്പൊ ജാവ ചെയ്യണ വരെ സെൽഫ് ഹോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പൊ വരുണും ലാലും പറഞ്ഞിട്ടാണ് അറിഞ്ഞത് മറ്റേ എന്താ മിനിമൽ API എന്ന് പറഞ്ഞ സാധനം കേട്ടിട്ടുണ്ടോ ചെറുത്? API ഇല്ല. ഇപ്പൊ മറ്റേ സെൽഫ് ഹോസ്റ്റ് ചെയ്യാനൊന്നും അങ്ങനത്തെ ഇതൊന്നുമില്ല. നിങ്ങള് ന്യൂഗറ്റ് അല്ല മറ്റേ .NET എന്ന് പറഞ്ഞ അവരുടെ പാക്കേജിലോ വിഷ്വൽ സ്റ്റുഡിയോയിലോ നിങ്ങള് ഒരു .NET കോർ പ്രൊജക്ട് ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് വരുന്നത് മിനിമൽ API ആണ്. മറ്റേ കൺട്രോളർ API സപ്പോർട്ട് ചെയ്യുന്ന പറയണേ. ഞാനത് രണ്ടും അത് പിന്നെ പണ്ട് എഴുതിയിട്ടുള്ളതുകൊണ്ട് ഓക്കെ അതിന്റെ നോളജ് ഉണ്ട്. പിന്നെ എന്തായിരുന്നു അല്ല അപ്പൊ അങ്ങനെ ഒന്നും ഇപ്പൊ .NET പറഞ്ഞോ. അത് ലാൽ അന്ന് കാണിച്ച സാധനം, അതായത് മറ്റേ നമുക്ക് ഈ ആട്രിബ്യൂട്ട്സ് ഒന്നും കൊടുക്കണ്ട, മറ്റേ അനോട്ടേഷൻസ് ഒന്നും വേണ്ട, ഡയറക്ട്ലി ഫങ്ഷണൽ സ്റ്റൈലിൽ മാപ്പ് ചെയ്യാം. നമ്മുടെ Node.js കാണൂലേ, റൗട്ട് കൊടുക്കൂലേ, ആ രീതിയിൽ ചെയ്യാം. അപ്പൊ അതൊരു ഇതായിരുന്നു. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല ഏറ്റവും ഈ കഴിഞ്ഞ ആഴ്ച പ്രിപ്പയർ ചെയ്ത് മനസ്സിലാച്ചാല് അപ്പാഷെ സ്പാർക്ക്
സ്പാർക്ക് ഡോട്ട് നെറ്റ് എന്ന് പറയുന്ന സാധനം കാണാം. ഒരു 3-4 കൊല്ലമായിട്ട് 2020 മുതൽ കാണുന്നത്. അപ്പൊ ഞാൻ ഇത്രയും നാളും വിചാരിച്ചിരുന്നത് മൈക്രോസോഫ്റ്റിന്റെ ഏതെങ്കിലും ഒരു ഡിവിഷൻ സ്പാർക്ക് ജാവയെ പോർട്ട് ചെയ്തു എന്നുള്ളതാണ്. എന്നിട്ട് ആ കോൺട്രാക്ട് ഇത് ചെയ്തു എന്നാണ്. പക്ഷേ ഇപ്പൊ ഇതിന്റെ ഇതിലാ മനസ്സിലായേ, പൈസ്പാർക്കും സ്പാർക്ക് ചെയ്യുന്ന മാതിരി തന്നെ മറ്റേ ഒരു എക്സ്റ്റേണൽ പ്രോസസ്സിലാണ് ഓടിക്കുന്നത് എന്നാണ് എനിക്കിപ്പോ മനസ്സിലായത്. ആണോ അരുൺ ലാൽ? എന്താ സാർ മനസ്സിലായില്ല. അതായത് സ്പാർക്ക്, നിങ്ങൾ സ്പാർക്ക് ഡോട്ട് നെറ്റ് അടിക്കുക. അപ്പൊ സ്പാർക്ക് 6, പൈസ്പാർക്ക്, സ്പാർക്ക് ഡോട്ട് നെറ്റ് ഒരേ രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ഒരെണ്ണം പൈത്തൺ, ഒരെണ്ണം 6, ഒരെണ്ണം ഡോട്ട് നെറ്റ്. അപ്പൊ പൈത്തന്റെയും 6ന്റെയും വർക്ക് ചെയ്യണത് വേറെ പ്രോസസ്സിലോട്ട് ഈ മറ്റേ RDDയുടെ ഡാറ്റ പുഷ് ചെയ്യാണ്. ഓക്കെ, നോക്കിയേ സ്പാർക്ക് ഡോട്ട് നെറ്റ് സ്റ്റാക്കോ. Yeah. ഈ ലാലിന്റെ അവിടെ അല്ലേ? ഞാനോട് പറഞ്ഞു ലാല് വർക്ക് ചെയ്ത ഫസ്റ്റ് ഡോട്ട് നെറ്റ് കോർ വെർഷൻ ഏതാണ്? എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2 2.1 ആണ്. ഈ 2.12 ആണ് സ്റ്റേബിൾ ആയെന്ന് തോന്നുന്നു അല്ലെ? ഈ 1-ലൊക്കെ ആൾക്കാർ വെറുതെ എക്സ്പെരിമെന്റ് ചെയ്യണ്ടായിരുന്നുള്ളൂ തോന്നുന്നു അല്ലെ? അതെ അതെ അതെ. അത് കഴിഞ്ഞ് പിന്നെ സൗണ്ട് പോയിട്ടോ, ഒന്നുകൂടി പറയാവോ? അല്ല, പിന്നെ നിങ്ങൾ 2-ലോട്ട് മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ 6 ആണോ? ഇല്ലില്ല, അത് പോണത് 1, 3-ലോട്ട് പിന്നെ 1.1 ഉണ്ടോന്ന് അറിയില്ല. 2 ഉണ്ട്, 2.1 ഉണ്ട്, 3 ഉണ്ട്. 2.2 ഇല്ലേ? 2.2 എനിക്ക് ഉറപ്പില്ല കേട്ടോ. എനിക്ക് 2.2 ഉണ്ട്. ഞാൻ വർക്ക് ഉണ്ടല്ലോ. ചെയ്തിട്ടുണ്ട്. പിന്നെ അതായിരുന്നു ഡൗട്ട് ഉണ്ട് എനിക്ക്. 3 കഴിഞ്ഞിട്ടാണ് പിന്നെ മറ്റേ ഇതിലേക്ക് പോണത്, ഡോട്ട് നെറ്റ് 5-ലോട്ട് പോണത്. അതൊക്കെ എനിക്ക് ചാടിയല്ലേ. അവര് പിന്നെ ഡോട്ട് നെറ്റ് കോർന്ന് പറയാറുണ്ട്. അതെ അതെ, ഡോട്ട് നെറ്റ്. അല്ല, അപ്പൊ ഞാൻ വേറെ ആയിരിക്കട്ടെ. ഈ ഡോട്ട് നെറ്റില് വിഷ്വൽ സ്റ്റുഡിയോ 2005-ല് 2 വന്നു, C# 2 വന്നു. 2008-ല് C# 3 വന്നു, മറ്റേ ഫ്രെയിംവർക്ക് 3 വന്നു. 2010-ല് C# 4 ആയി, ഫ്രെയിംവർക്ക് 3.5 ആയി. അല്ല 8-ല് 3.5-ഉം C# 3 ആയിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇത് ഈ 2010 ആയി കഴിഞ്ഞപ്പോ C# 4 ആയി, 12-ല് 5 ആയി. പിന്നെ 6 ഇറങ്ങിയത് 15-ലോ എങ്ങാണ്ടല്ലേ? അതിന്റെ ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ 7 എപ്പോ വന്നു? ഈ ഡോട്ട് നെറ്റ് കോറും അത് ഇപ്പൊ 14 എങ്ങാണ്ടായിരുന്നു പറഞ്ഞത്. അത് ഏതൊക്കെയാണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് എവിടെ നിന്ന് കിട്ടുക ഇൻഫർമേഷൻ? അയ്യോ, അങ്ങനെ ഐഡിയ ഇല്ല, നോക്കേണ്ടി വരും. ഞാൻ അടുത്തൊരു കാര്യം ചോദിട്ടെ. ഞാനിപ്പോ ഡോട്ട് നെറ്റ് കോഴ്സ് 7 ഇൻസ്റ്റാൾ ചെയ്തു. അത് കഴിഞ്ഞിട്ട് എനിക്ക് 8-ന്റെ പ്രൊജക്ട് ഡോട്ട് നെറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും? കാരണം അവര് ന്യൂഗറ്റ് എടുത്തോണ്ട് വരല്ലേ ചെയ്യണം? അതെ അതെ, ചെയ്യാം. അതായത് ആ ഫ്രെയിംവർക്ക് എന്ന് വെച്ചാൽ ഇപ്പൊ ബൈ ഡിഫോൾട്ട്, അതായത് ഇപ്പൊ 2010-ല് ഡോട്ട് നെറ്റ് ഫ്രെയിംവർക്ക് 4 കൂടിയാണ് വന്നിരുന്നത് ഡിഫോൾട്ട്. നമുക്ക് വേണമെങ്കിൽ 4.5 ചെയ്യാം അതില്. പക്ഷേ ഡോട്ട് നെറ്റ് 5-ലോട്ട് പോകുമ്പോ സപ്പോർട്ട് ചെയ്യില്ല. അതല്ല എന്റെ ചോദ്യം എന്താണെന്ന് വെച്ചാല്, ഞാൻ പറയട്ടെ, ഇപ്പൊ ഞാനിപ്പോ എന്റെ ഓർമ്മ ശരിയാണ്, ഞാൻ ഡോട്ട് നെറ്റ് 7 ആണ് എന്റെ മെഷീനിൽ ഉണ്ടായിരുന്നത്. പക്ഷെ ഞാനിപ്പോ 8-ന്റെ പ്രൊജക്ട് ഉണ്ടാക്കണം, ക്ലാഷ് ഒക്കെ വന്നു.
അങ്ങനെ പറഞ്ഞ കാര്യമില്ല, ഞാൻ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു രണ്ടും, ഈ 7 8. അത് വർക്ക് ചെയ്യൂലല്ലോ ഏട്ടാ. കൂടിയ വെർഷൻ പ്രൊജക്ട് കുറഞ്ഞ വെർഷൻ റൺ ടൈമിൽ വർക്ക് അല്ല ചെയ്യൂലല്ലോ. അത് അങ്ങനെയല്ല, പ്രശ്നമായി. ഇൻഡിപെൻഡന്റ് പ്രൊജക്ട്സ് വേറെ വേറെ ഫ്രെയിംവർക്കിൽ ഓടിക്കാലോ സെയിം മെഷീനിൽ. അല്ല അപ്പൊ ഞാൻ ചോദിക്കണ വെച്ചാല് 7ഉം 8ഉം ഞാൻ ഇൻഡിപെൻഡന്റ്ലി ഡിപ്ലോയ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യണോ ലോക്കലി? ഞാനിപ്പോ 7ൽ വന്നു, 8ലോട്ടോ ചില പ്രൊജക്ട്സ് 8ലാക്കാൻ പറ്റുമോ? നേരത്തെ സ്പ്രിംഗിൽ ആ. അങ്ങനത്തെ പ്രോബ്ലം ഇല്ലല്ലോ. നിങ്ങള് ഈ ജാവ ഒരു റേഞ്ചിലുള്ളതാണെങ്കിൽ മാവൻ വെച്ച് നിങ്ങൾക്ക് രണ്ടും ചെയ്തൂടെ? നിങ്ങൾ ചെയ്യാം. കൊടുക്കുന്നില്ലേ? പക്ഷെ നമ്മള് പറഞ്ഞു കൊടുക്കും ഏതാണ് വെർഷൻ എന്ന്. അപ്പൊ ആ വെർഷൻ ആ, ഉണ്ടാവണം. അല്ല അതിപ്പോ ഇവിടെ ഉണ്ടല്ലോ. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഞാനിപ്പോ .NET 7 ഡൗൺലോഡ് ചെയ്തു, എന്നിട്ട് എന്റെ project.json ഞാൻ 8 ആക്കിയെന്ന് വെച്ചോ, അല്ലേ? അല്ലെ ലൈബ്രറിയുടെ വെർഷൻ കൊടുത്തപ്പോ, സോറി ഡിപെൻഡൻസി കൊടുത്തപ്പോ ഞാൻ 8ന്റെ കൊടുത്തു കഴിഞ്ഞാൽ വർക്ക് ചെയ്യുമെന്നാണ് എന്റെ ചോദ്യം. നമ്മ പ്രൊജക്ട് ഇല്ല. ക്രിയേറ്റ് ചെയ്യുമ്പോഴാണോ അതോ ഓൾറെഡി ഉള്ള പ്രൊജക്റ്റിൽ ചേഞ്ച് ചെയ്യണോ? അതിപ്പോ നമുക്ക് കറക്റ്റ് ആയിട്ട് എല്ലായിടത്തും നമ്മൾ ചേഞ്ച് ചെയ്താൽ പോരെ? നമ്മ മാനുവലി പോയി പാക്കേജസ് ഡിപെൻഡൻസീസ് ഒക്കെ ചേഞ്ച് ചെയ്താൽ വർക്ക്. അതായത് ഇപ്പൊ എന്റെ ചോദ്യം എന്ന് വെച്ചാൽ, ഇപ്പൊ ലിങ്കറും കമ്പൈലറും അല്ല, ലിങ്കർ മാറിയാലല്ലേ പ്രോബ്ലം ഉള്ളൂ, അല്ലേ? അതെ, പക്ഷെ ഇപ്പൊ ഒരു പ്രൊജക്ട് .NET 7 .NET 8 മൈഗ്രേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നടക്കണത് ഇത് തന്നെയല്ലേ? അങ്ങനെയല്ല പ്രൊജക്ട്, അല്ലെ ഞാൻ പറയട്ടെ, ഇപ്പൊ നിങ്ങൾ .NET ഇപ്പൊ ഫസ്റ്റ് തന്നെ സൈഡ് ബൈ സൈഡ് എക്സിക്യൂഷൻ ഇപ്പൊ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അതായത് .NET 7ഉം .NET 8ഉം ഒരേ മെഷീനിൽ പറ്റും, ആണോ? പറ്റും. പറ്റും. ഞാൻ പറയുന്ന സിനാറിയോ അതല്ല. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ എനിക്കിപ്പോ .NET 8ന്റെ പ്രോജക്ട് ചെയ്യാൻ പറ്റുന്നത്, പക്ഷെ ഞാൻ .NET 7 ആണ് ഡൗൺലോഡ് ചെയ്തതെന്നാണ് എന്റെ ഓർമ്മ. ഞാൻ ജോസഫിന്റെ പ്രൊജക്ട് എടുത്തപ്പോ അങ്ങനെ അവിടുന്ന് ഡിപെൻഡൻസി വന്നാണോ എന്നാണ് അറിയണത്, എനിക്കറിയേണ്ടത്. അതാവാം, പുള്ളിയുടെ സിസ്റ്റത്തിൽ 7 ആണ്, നമ്മുടെ 8 ആണെങ്കിൽ കോപ്പി ചെയ്തിടുമ്പോ 7ന്റെ ലൈബ്രറീസ് ആയിരിക്കും നോക്കാം. എന്റെ 7ഉം പുള്ളിയുടെ 8 ആയതാണെങ്കിലോ അപ്പോഴും കുഴപ്പമില്ല, ഡൗൺഗ്രേഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ പറ്റും. അത് എല്ലാ മെത്തേഡ്സും, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന പാക്കേജ് ഇപ്പം .NET 8 മനസ്സിലായി. അതായത് ഈ പുതിയ വെർഷന്റെ ഡിപെൻഡൻസീസ് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. അതെ അതെ അതെ. അപ്പൊ അത് പൊട്ടാൻ ചാൻസ് ഉണ്ട്, അല്ലാണ്ട് കുഴപ്പമില്ല. അത് തിരിച്ചും ഉണ്ടാവാട്ടോ, എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഒബ്സലീറ്റ് ആയിട്ടുള്ള ഒരു API ഉപയോഗിക്കണമെങ്കിൽ അത് ചിലപ്പോൾ അടുത്ത വർഷനിൽ പോയിന്ന് വരാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, അതിനാണോ ഇവർ ഈ .NET 2 2.1 സ്റ്റാൻഡ് മറ്റേ ഇങ്ങനെ പല രീതിയിൽ വെക്കണത്? അതായത് ഈ മറ്റേ C# ലാംഗ്വേജ് വന്നുകൊണ്ട് കുഴപ്പമില്ല, അവരുടെ കോഡ് ജനറേഷൻ സ്ട്രാറ്റജി മാറ്റിയില്ലെങ്കിൽ നമുക്ക് പഴയ കമ്പൈലർ വെച്ചിട്ടും പുതിയ കോഡ് എഴുതാന്നാണോ പറയുന്നത്? LTS വരുന്നത് എപ്പോഴാ? എവറി 2 years ആണോ? 1 year ആണെന്നാണ് എനിക്ക് മനസ്സിലായത്, ആണോ? ഒന്നിടവിട്ടല്ലേ വന്നത്? അപ്പൊ ഒരു കൊല്ലം 6 മാസം അല്ലേ? അതെ അതെ. അപ്പൊ LTS ആയിട്ട് എന്താ ബന്ധം അതിന്? അല്ല, LTS ആണ് മറ്റേ ലോങ് ടൈം സപ്പോർട്ടഡ് ആയിട്ടുള്ള വെർഷൻ ഉണ്ടാവും. അപ്പൊ അതില് മൈനർ വെർഷൻസ് മാറുന്നത് കോമ്പാറ്റബിൾ ആയിരിക്കും. അപ്പൊ ശരത്തെ ഇപ്പൊ മറ്റേ ഒന്ന് നോക്കട്ടെ, അതായത് സർവ്ലെറ്റ് സ്പെസിഫിക്കേഷനിൽ എന്തെങ്കിലും ഇടാകൂടെ ഉള്ളത് കൊണ്ടാണോ ഈ അല്ല സ്പ്രിങ് മറ്റേ റിയാക്ട് ഹോസ്റ്റ് ചെയ്യണമെങ്കിൽ സെൽഫ് ഹോസ്റ്റിംഗ് അല്ലാതെ ടോംകാറ്റിന്റെ കൂടെ മറ്റേന്റെ കൂടെ പറ്റുമോ എന്നുള്ളത്? പറ്റില്ലെന്നാണ് നോക്കാം. അല്ല നോക്ക്, അല്ല പിന്നെ ഞാൻ അപ്പൊ ഇത് ഞാൻ പറയട്ടെ, ഇപ്പൊ ജാവയില് ഇപ്പൊ നിങ്ങൾ മാവൻ ഇൻസ്റ്റാൾ ചെയ്തു, മാവൻ 4 സംതിങ് ആണെന്ന് വിചാരിക്കുക. നിങ്ങള് മറ്റേ നിങ്ങളെ ജാവ വെർഷൻ 21 ആണെന്ന് വിചാരിക്കുക. എനിക്ക് സ്പ്രിംഗ് 4 പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമല്ലോ അല്ലെ ടെക്നിക്കലി? സ്പ്രിംഗ് 4 സപ്പോർട്ട് പറ്റണം. സ്പ്രിംഗ് 4 ഇപ്പൊ 5 ആയല്ലോ അല്ലേ? 5. അതായത് ഈ 5ന്റെ പ്രൊജക്ട് നമുക്ക് ഇപ്പൊ ഐഡിയിൽ തുറക്കാമല്ലോ. അപ്പൊ നമ്മൾ 4ന്റെ സബ്സെറ്റേ ഉപയോഗിച്ചിട്ടുള്ളൂ എന്ന് വെച്ചോ, അത് കൂളായിട്ട് ഗ്രേസ്ഫുള്ളി ഡൗൺ ഗ്രേഡർ ആവോ?
അതായത് ജാവ വേർഷനായിട്ടുള്ള ഡിപ്പെൻഡൻസി അല്ലേ സാർ ചോദിക്കുന്നത്? ആ ഇപ്പൊ ഞാനിപ്പോ 5 അത് കോഡ് ചെയ്തു, വർക്ക് പക്ഷെ ഞാൻ ചെയ്യേണ്ടതാണ്. 4 ലൈബ്രറി ഉപയോഗിച്ചോളൂ. അത് വർക്ക് ചെയ്യേണ്ടതാണ്. ഫോറിന് ഡിപ്പെൻഡൻസീസ് ആണ് കിടക്കണേ. ആ അല്ല 5 അത് ഡിപ്പെൻഡൻസി വർക്ക് പക്ഷെ 4ന്റെ സബ്സെറ്റ് ഉപയോഗിച്ചിട്ടുള്ളൂ. അതായത് അല്ല 4ലും 5ലും അത് ഉണ്ടായത് 5ലും ഉപയോഗിച്ചിട്ടുള്ളൂ. അത് പ്രശ്നം വരില്ല. അതല്ല അപ്പൊ ഇവര് അപ്പൊ ഇവര് ഇപ്പൊ ഞാൻ പറഞ്ഞു ഒരു സമയത്ത് 11 ബേസ് ലൈൻ ആയിരുന്നു, പിന്നെ 17 ആയി. അപ്പൊ എന്റെ ചോദ്യം എന്താണെന്ന് വെച്ചാല് ഈ ലൈബ്രറീസ് ഇവർ ഏതെല്ലാം കമ്പൈൽ ചെയ്യണം? ഏറ്റവും ലേറ്റസ്റ്റ് കമ്പൈൽ ചെയ്ത മറ്റേ പ്രശ്നം വരില്ലേ ജാവയില്? ഏറ്റവും ലേറ്റസ്റ്റ് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിലോട്ട് ഓടില്ല. ആ അപ്പൊ അത് അപ്പൊ അവര് ബ്രേക്കിംഗ് ചേഞ്ച് ഇല്ലാത്ത ഒരു വർഷം കണ്ടുപിടിക്കൂല അവര്. കാരണം ആ അടിയിലുള്ള എല്ലാ വർഷവും കമ്പയർ ചെയ്യണമല്ലോ. അത് അവര് ഇപ്പോ സ്പ്രിംഗ് 6 ഏതിലാ ബേസ് ലൈൻ ചെയ്തേക്കണേന്ന് നോക്കേണ്ടി വരും. ചിലപ്പോ 17 ആൻഡ് എബവ് ആയിരിക്കും. അത് ഡോട്ട്നെറ്റിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണേ? അല്ലാതെ ഇവര് ലൈബ്രറി ഈ ന്യൂഗറ്റിലെ വേർഷൻസ് മാറ്റി കൊടുക്കുമോ ഈ കമ്പൈലർ മാറിക്കഴിഞ്ഞാൽ? ന്യൂഗറ്റില് ഒരു ലൈബ്രറി തന്നെ പല വെർഷൻ അഗൻസ്റ്റ് കമ്പയർ ചെയ്യാം. എല്ലാ വെർഷൻ അഗൻസ്റ്റും അവൈലബിൾ ആയിരിക്കും. ഡിപ്പെൻഡൻസി മാറും. അപ്പൊ അതായത് നിങ്ങളുടെ വേർഷൻ മാറ്റിയിടുമല്ലോ അവര്? അതെ, നമ്മിപ്പോ ഒരു മൊബൈൽ ആപ്പ് ആൻഡ്രോയിഡിനും iOS-നും വേണ്ടി കമ്പയർ ചെയ്യൂലേ, അതുപോലെ ഈ DLL പല വെർഷൻ അഗൻസ്റ്റ് ആയിട്ട് കമ്പയർ ചെയ്യും. അതായത് വേറെ പ്ലാറ്റ്ഫോമായിട്ട് ട്രീറ്റ് ചെയ്യും ടെക്നിക്കലി അല്ലേ? എന്നിട്ട് ഈ ഇപ്പൊ ബേസ് വെർഷനെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഡോട്ട്നെറ്റിൽ ഇപ്പൊ ഡോട്ട്നെറ്റ് 4.7 എന്തായാലും ഇപ്പൊ 6ന്റെ കൂടെ ഓടില്ല, ആർക്കിടെക്ചർ വേറെ ആയത് കാരണം. അതറിയില്ല കേട്ടോ 4.7. പക്ഷെ ഇപ്പൊ 4.7 പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നണം. അതെ, അതായത് 5.8 ഓടുവോ? കമ്പൈൽ ചെയ്ത സാധനം ഓടും, പക്ഷെ ഡെവലപ്മെന്റ് പറ്റില്ല എന്നാണ് എന്റെ വിശ്വാസം. അതന്നെ ഇപ്പൊ ഞാൻ റീകമ്പൈലേഷൻ വന്നാല് സാർ ജാവയില് ഈ പ്രശ്നം വരാട്ടോ. ഏതാ? അല്ല ജാവയില് ഇനി ഈ പ്രശ്നം വരാം. ഇപ്പൊ 17+ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 21 ഓടും. പക്ഷെ ഇപ്പൊ അതായത് LTS ബാക്ക്വേർഡ് കോമ്പാറ്റബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന നിർബന്ധമില്ല എന്നാണ് അവർ പറഞ്ഞേക്കണേ. ഇപ്പൊ ബ്രേക്ക് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ല അപ്പൊ നമ്മള് ലേറ്റസ്റ്റ് LTS-ലോട്ട് ബേസ് ലൈൻ ചെയ്യണത് നല്ലതല്ലേ? അപ്ഗ്രേഡ് ചെയ്ത് നോക്കാം പുതിയ വർഷം വന്നാലും. അല്ല അതെ. അതെന്തായാലും ചെയ്യേണ്ടി വരും. കാരണം അല്ലെങ്കിൽ സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് അടിയിലോട്ട് കിട്ടില്ല. അല്ലെങ്കിൽ പിന്നെ കമ്മ്യൂണിറ്റി ഡ്രിവൺ അഡോപ്റ്റിയംസിന്റെ ഒക്കെ എടുക്കേണ്ടി വരും. അതല്ല എന്റെ ഒരു ചോദ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ജാവ 8 VM-ൽ ഓടുന്ന ജാറും വേണം, എനിക്ക് ലേറ്റസ്റ്റിലും ഓടുന്ന ജാറ് വേണം, 17-ൽ ഓടുന്ന ജാറ് വേണം. ഞാൻ 3ആയിട്ട് കമ്പയർ ചെയ്യണം. എന്നിട്ട് വേറെ വെർഷൻ കൊടുക്കണോ മാവലിലോട്ട് ഇത് ചെയ്യുമ്പോ? എന്നിട്ട് ഡോക്യുമെന്റേഷന് കൊടുക്കണോ? അതല്ലേ അല്ല പറ്റുള്ളൂ. അവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ സോഴ്സ് കോഡ് ഏത് വെർഷൻ കോമ്പാറ്റബിൾ ആയിട്ട് കിടക്കണേ? 8 ആണെങ്കിൽ പ്രശ്നമില്ല. സോഴ്സ് കോഡ് മാറ്റുന്നില്ലാന്നിരിക്കും. നമുക്ക് ബൈനറി ശരിക്കും JVM-നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഡോട്ട് ക്ലാസ് ഫയൽ ഫോർമാറ്റ് മാറുകയും മറ്റേ ഇനിയിപ്പോ ഡോട്ട് ക്ലാസ് മാറിയെന്ന് തന്നെ വെച്ചാൽ ഒരു കസ്റ്റം ക്ലാസ് ഓർഡർ ചെയ്ത് ഒപ്പിക്കാൻ പറ്റുമോ? ഇല്ല, മറ്റേ ഇത് ഇൻസ്ട്രക്ഷൻ ഒക്കെ മാറിയിട്ടുണ്ടെങ്കിൽ പണിയാവും. കസ്റ്റം ക്ലാസ് ലോഡർ വെച്ചിട്ട് ക്ലാസ് റീറൈറ്റ് ചെയ്യേണ്ടി വരും. കാരണം ഈ മേജർ വേർഷൻ മൈനർ വേർഷൻ കിടപ്പുണ്ട്. അപ്പോ മൈനർ വേർഷൻ മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് ലോഡ് ചെയ്യില്ല. ഓക്കെ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് LTS എടുക്കുക, അതിലോട്ട് റീബേസ് ചെയ്യാം അല്ലേ? അതെ. അപ്പൊ ഡോട്ട്നെറ്റിൽ അവരെന്താ പറയണേ ലാലെ? ഇപ്പൊ ഒരുവിധം കമ്പനീസിന്റെ ഒക്കെ പോളിസി ലേറ്റസ്റ്റോട്ട് അപ്പൊ തന്നെ മാറാന്നുള്ള സംഭവമാണല്ലോ. അത് നടക്കും സാറേ. അതായത് എവരി ഇപ്പൊ ജാവയുടെ കേസിലാണെങ്കിൽ എവരി 2 ഇയറിൽ നമ്മൾ പ്രോസസ്സ് സെറ്റ് ചെയ്യണം മൈഗ്രേഷന് വേണ്ടിയിട്ടുള്ള ഡെവലപ്മെന്റ്. വേറെ മാർഗമില്ല. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, കേട്ടില്ല. ജാവ 7-ലൊക്കെ കോഡൊക്കെ ഉള്ളവരില്ലേ ഇപ്പോഴും?
അവര് ചിലപ്പോ റാക്കിളിന്റെ വല്ല പ്ലാൻ എടുത്തിട്ടുണ്ടാവും, സബ്സ്ക്രിപ്ഷൻ ഉണ്ടാവും അവർക്ക്. അല്ലെങ്കിൽ മറ്റേ അസൂളിന്റെ ഒക്കെ ആയിരിക്കും ചിലപ്പോ യൂസ് ചെയ്യണേ. അല്ലാണ്ട് യൂസ് ചെയ്യുവാണെങ്കിൽ അവിടെ മര്യാദ ഒരു ഇൻഫോസെക് ടീം ഇല്ലാന്ന് വേണം കണക്കാക്കാൻ. അല്ല, അപ്പൊ അപ്പൊ എന്റെ ചോദ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അപ്പൊ ഇപ്പൊ ഡോട്ട് നെറ്റിലാണെങ്കിൽ ആ പ്രോബ്ലം ഉണ്ടല്ലോ അല്ലെ? ഇപ്പൊ ഈ മൈക്രോസോഫ്റ്റ് തുള്ളുന്നതിനൊപ്പം തന്നെ ആൾക്കാർക്ക് കൂടെ പറഞ്ഞു അല്ലെ? ഇത് രണ്ട് വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൊരു വെബ് ആപ്ലിക്കേഷൻ ആണ് ഉണ്ടാക്കണമെങ്കിൽ സെർവർ നമ്മുടെ കൺട്രോളിലാണ്, നമ്മൾ വിചാരിക്കുന്ന അവിടെ നടക്കും. പക്ഷെ അതേസമയം ഒരു ആപ്ലിക്കേഷൻ ക്ലയന്റ് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷന്റെ കേസിലാണ് ഈ കോംപ്ലക്സിറ്റി വരുന്നത്. അപ്പൊ ക്ലയന്റിന്റെ ഡിപ്പെൻഡൻസിയും കാര്യങ്ങളൊക്കെ വരുമല്ലോ. അതായത് വിൻഡോസ് എക്സ്പിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ക്ലയന്റിനോട് OS അപ്ഗ്രേഡ് ചെയ്യാൻ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് പ്രാക്ടിക്കൽ അല്ല, മിക്ക കേസിലും നടക്കില്ല. ഇപ്പൊ അല്ല, അപ്പൊ ചോദിക്കണം വെച്ചാൽ പഴയ ടൂൾ ചെയിന്റെ ഫുൾ കാര്യങ്ങൾ ബാക്കപ്പ് എടുത്ത് വെക്കേണ്ടി വരുമല്ലോ അങ്ങനത്തെ കമ്പനികൾ. അതെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ മൈഗ്രേറ്റ് ചെയ്യാണ്ട് വേറെ വഴിയില്ല എന്നുള്ള അവസ്ഥ എത്തുമ്പോൾ മൈഗ്രേറ്റ് ചെയ്തിട്ട് ക്ലയന്റിനോട് എങ്ങനെയെങ്കിലും അപ്ഗ്രേഡ് ചെയ്യാൻ പറയും. അത് എത്ര നമ്പർ ഓഫ് ക്ലയൻസ് അനുസരിച്ചിട്ട് അല്ല, ചെയ്യും. ഈ പണ്ടേ .NET 1.1 2 ആയ സമയത്ത് ഒരു കമ്പനിയിൽ ഞാൻ വർക്ക് ചെയ്യുമ്പോ അവിടുത്തെ ഒരു എഞ്ചിനീയറിംഗ് ടീം ഒരു തീരുമാനം എടുത്തിട്ട് ആക്കാൻ. അപ്പൊ മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നൊരു 2.5 കോടി രൂപയുടെ ലയബിലിറ്റിയാ അങ്ങനെ മാറ്റണമെങ്കിൽ. അത് ഏറ്റവും വലിയ തമാശ വന്നതെന്ന് വെച്ചാല് ഇവരുടെ ജോബ് ഷെഡ്യൂളർ ഇല്ലേ, സീരിയലൈസേഷൻ വഴിയാ വർക്ക് ചെയ്തിരുന്നത്. അതായത് ASP.NETന്റെ കോഓപ്പറേറ്റിംഗ് സർവീസിലോട്ട് ഈ എക്സിക്യൂട്ട് ചെയ്യേണ്ട അസംബ്ലീസ് വിട്ടിരുന്നത് അങ്ങനെയാ. വർക്ക് ചെയ്യില്ല. സീരിയലൈസേഷൻ ഫോർമാറ്റ് വരെ മാറി. അപ്പൊ ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി കൺവേർട്ട് ചെയ്യണം. അതേമാതിരി ഇങ്ങനെ പെട്ടെന്ന് ഇപ്പൊ ഈ പല സ്ഥലത്തും പല വെർഷനും കിട്ടാനുള്ള നല്ല പ്രോബ്ലം ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഡെവോപ്സ് ടീമൊക്കെ ഉള്ളത് ഇപ്പൊ. ഡെവോപ്സിന് അതിൽ റോളില്ലല്ലോ. ഇത് പ്യുവർ ഡെവലപ്മെന്റ് സൈഡിൽ വന്ന കാര്യല്ലേ. ഒരു പ്രോബ്ലം ഉണ്ട് അപ്പൊ ഇതുമാ അല്ലെ ഈ ഞാനീ പറഞ്ഞ ഇപ്പൊ എന്റെ കമ്പനിയിലെ കേസ് എന്താണെന്നറിയോ? എന്റെ കമ്പനിയിൽ ഒരു കുബർനെറ്റിസിലാണ് ഓടുന്നത്. കുബർനെറ്റിസിൽ ബേസ് ഇമേജ് നമുക്ക് ഇഷ്ടമുള്ള പറഞ്ഞു കൊടുക്കാം. നമുക്ക് 6 ആണെങ്കിൽ 6 പറഞ്ഞു കൊടുക്കാം, 8 ആണെങ്കിൽ 8 പറഞ്ഞു കൊടുക്കാം. 8ലോട്ടുള്ള മൈഗ്രേഷൻ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കേണ്ട ഒരു 80% കംപ്ലീറ്റ് ആയി. അങ്ങനത്തെ 6 8ലേക്ക്. അല്ല, ഇപ്പൊ കുബർനെറ്റിസിൽ നിങ്ങൾ ഡോക്കറിലെ നിങ്ങളുടെ ഒരു ഇമേജ് വിത്ത് ഡിപ്പെൻഡൻസി അവിടെ ഉണ്ടാവുമല്ലോ, ഇല്ലേ? അതെ. ഇപ്പൊ അല്ല നേരത്തെ ഈ കുബർനെറ്റിസ് ഡിപ്ലോയ്മെന്റ് ഉണ്ടെങ്കിൽ കുറെ കാര്യം എളുപ്പമാവല്ലേ ഇപ്പൊ? അതെ, ഇതൊരു ഫാക്ടറല്ലോ ഡിപ്പെൻഡൻസി എന്താണെന്നുള്ള. സോറി പറഞ്ഞു. കുബർനെറ്റീസ് ആയിട്ട് ബന്ധമുണ്ടോ സാറേ ഇതിന്? കുബർനെറ്റീസ് ഇല്ലെങ്കിലും അങ്ങനെയല്ല, അങ്ങനെയാണെങ്കിൽ കേട്ടില്ല. വിഎമ്മിന്റെ ഇമേജ് ബേക്ക് ചെയ്ത് വെക്കണം. കുബർനെറ്റിസ് ആകുമ്പോ ഇപ്പൊ .NET ഇപ്പൊ 2.2 ഓടുന്ന ഒരു ആപ്പ് അത് പെട്ടെന്ന് അല്ല. ഇപ്പൊ എന്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ എറണാകുളത്ത് തന്നെ ഓടണ്ടാവൂലേ? ഇപ്പൊ പല സ്ഥലത്തും മാറുമോ അവരിങ്ങനെ വെർഷൻ മാറുമ്പോ ഫോഴ്സ്ഡ് ആവണോണ്ട് മാറും എന്നാണോ പറയണേ? ഇല്ല, അത് ആൾക്കാര് അത്ര ബോധമില്ലാന്ന് തോന്നുന്നുണ്ട്. അത് പ്രോസസ്സ് സെറ്റ് ചെയ്യണം ശരിക്കും ഡെവലപ്മെന്റ്. അതായത് ആ കമ്പനിയുടെ ഉള്ളിലോട്ട് കയറ്റൂല പുതിയ വെർഷൻ എല്ലാവരും പുതിയ വെർഷൻ അല്ല, അതായത് പ്രോപ്പർ ഇൻഫോസെക് ചെക്ക് നടക്കുന്ന സ്ഥലങ്ങളാണെങ്കിൽ അവരത് ഫ്ലാഗ് ചെയ്യും. അതായത് ഈ അപ്പൊ ഒരുതരം ഈ മൈക്രോസോഫ്റ്റിനൊക്കെ വേണ്ടി ഓശാന പാടാൻ വേണ്ടി ആൾക്കാരുണ്ട് ഇപ്പൊ കമ്പനിയുടെ ഉള്ളിൽ അല്ലേ? അല്ല അങ്ങനല്ല, മറ്റേ സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് കിട്ടില്ലല്ലോ, അപ്പൊ പിന്നെ വേറെ മാർഗമില്ല. അതായത് ഇപ്പൊ ജാവ പറയുന്നത് സേഫ്. അപ്പൊ 2018 ശേഷം കഥ മാറി എന്നാണ് പറയണേ രണ്ട് സൈഡിലും. അതെ. ജാവ 9 തൊട്ട് ജാവയില് മാറി. ജാവ 9 2017 കണ്ടല്ലേ? എക്സാക്ട് ആയിട്ട് നോക്കട്ടെ. ഈ .NET Core തുടക്കം മുതലേ ഇങ്ങനെ തന്നെയായിരുന്നോ? LTS ആ പരിപാടിയായിരുന്നോ? അതെ.
സെപ്റ്റംബർ 2017. അപ്പൊ അല്ല ഈ പ്രോബ്ലം ഓപ്പൺ ജിഎല്ലിൽ വന്നതാ 2010 കാലഘട്ടം. ഇതെല്ലാം 6 മാസം കൂടുമ്പോ അവര് പുതിയ വെർഷൻ ഇറങ്ങും. അതിന് പക്ഷെ ഒരു സ്ട്രാറ്റജി ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ക്വയറി ചെയ്യാം ഡ്രൈവേഴ്സിനെ, ഏതൊക്കെ സപ്പോർട്ട് ചെയ്യും. അത് മിക്കവരും ഫംഗ്ഷൻ പോയിന്റർ ഒക്കെ എടുത്ത് വെച്ചിട്ടാണ് കളിച്ചത്. അപ്പൊ അതൊരു വലിയ പ്രോബ്ലം ആണ്. അപ്പൊ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ പ്രമേസിന്റെ ഉള്ളിൽ ഇപ്പൊ 2.2 ഓടുകയാണെങ്കിൽ അതിൽ തന്നെ ഓടണമെന്നുണ്ടെങ്കിൽ അതേ സാധനം വേണം അല്ലേ? അല്ല, പുതിയ കമ്പനിയുടെ പ്രിമൈസ് അല്ല, അത് പക്ഷേ ഇപ്പൊ ഡോക്കർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഇൻഡിപെൻഡന്റ്ലി പാക്ക് ചെയ്യാം. അതന്നെ ഓരോ അവിടെ ടീമിലും ഡോക്കർ കുബർനെറ്റിസ് ഡിപ്ലോയ്മെന്റിൽ ഒരു അഡ്വാൻറ്റേജ് കണ്ടത്. ഓക്കെ. ഞാൻ ഡോക്കറും കുബർനെറ്റീസും ഒന്നായി കണ്ടില്ല. ആമസോണിലാണെങ്കിൽ ഫാർഗേറ്റ് ഒക്കെ വെച്ച് ചെയ്യാം. അല്ലെ ഈ ഫാർഗേറ്റ് ISE അല്ലേ? ISE തന്നെ ഇത് മറ്റേ ഡോക്കർ, ഇത് മറ്റേ ഓർക്കസ്ട്രേഷൻ ചെയ്തോളൂ. മറ്റേ കുബർനെറ്റീസ് വേണ്ട, അല്ലാതെ VM പ്രൊവിഷൻ ചെയ്തിട്ട് അതിന്റെ മേളിൽ അവൻ ഡോക്കർ വെച്ചിട്ട് ഡിപ്ലോയ് ചെയ്തോളൂ. ഓക്കെ. അപ്പൊ അതാണ്. പിന്നെ ഈ സ്പാർക്ക് ഡോട്ട് നോക്കിയ സ്റ്റീൽ ടോ ഒന്ന് നോക്കി. അപ്പൊ സ്പ്രിംഗ് ക്ലൗഡിന്റെ ട്രാക്ഷൻ എങ്ങനെയുണ്ട് ചേർത്ത്? സ്പ്രിംഗ് ക്ലൗഡ് അധികം കണ്ടിട്ടില്ല സാറേ. ഈ പാടെ കോൺഫിഗറേഷൻ മാനേജ്മെന്റ് ഒക്കെ എന്താ യൂസ് ചെയ്യാൻ കണ്ടിട്ടുണ്ട് അവരുടെ, അത് അല്ലാതെ കണ്ടിട്ടില്ല അങ്ങനെ. അല്ല, ടാൻസുവോ VMware ടാൻസുവോ അങ്ങനെ ഒരു ടെറാസുവോ? അല്ല, ഈ ക്ലൗഡ് ഫൗണ്ടറി ഞാനിപ്പോ നമ്മുടെ ഇവിടെ ഉപയോഗിക്കാൻ നോക്കിയപ്പോ അത് വർക്ക് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞു വെറുതെ കുറച്ച് അഭിനയം നിർത്തിയത്. VMware ടാൻസു എന്നാണ്, ടാൻസു പ്ലാറ്റ്ഫോം. അതാണ് സ്പ്രിംഗ് ക്ലൗഡ്. പഴയ ക്ലൗഡ് ഫൗണ്ടറി അവർ കുബർനെറ്റിസ് സപ്പോർട്ട് ചെയ്ത് തുടങ്ങി. അവർക്ക് അവരുടെ പാക്കേജിംഗ് മെക്കാനിസം ഉണ്ടായിരുന്നു പണ്ട്. ഒരു ഫ്ലെക്സിബിലിറ്റി ഒരു ഫാക്ടർ ആണല്ലോ. ഏത് കോണ്ടെക്സ്റ്റിലാ പറഞ്ഞു? ഇപ്പൊ കുബർനെറ്റിസ് കണ്ടെയ്നറൈസേഷൻ വരുമ്പോ ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ലോഡ് ചെയ്ത് റൺ ചെയ്യാന്നുള്ളൊരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടല്ലോ. അതൊരു അതന്നെ ഇപ്പൊ എന്റെ ചോദ്യം എന്ന് പറഞ്ഞാലേ, ഈ മറ്റേ ഇവര് മാവിനും മറ്റേതൊക്കെ ജാവ 5ന്റെ വരെ ലൈബ്രറി മെയിൻറ്റെയിൻ ചെയ്യണ്ടോ? മറ്റേ ഇല്ല, അഡോപ്റ്റ് എന്നുള്ള ഗ്രൂപ്പായിരുന്നു. അതിപ്പോ എക്ലിപ്സ് ഫൗണ്ടേഷൻ എടുത്തിട്ട് പുതിയ പേരാണെന്ന് തോന്നുന്നുണ്ട്. അവര് ചെയ്യുന്നില്ലേ ഇപ്പൊ? അല്ല, മാവൻ അല്ല അത് ചെയ്യണേ, മറ്റേ വേറെ ഗ്രൂപ്പാരല്ലേ. അല്ല അപ്പൊ എന്റെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ പണ്ടത്തെ മാതിരി ഇപ്പൊ ഈ .NET 6 അല്ലേ, ഇപ്പൊ ക്ലാസിക്കൽ .NET നിങ്ങളിപ്പോ 4.7 നിങ്ങൾക്ക് വേണമെങ്കിൽ 4 കമ്പൈൽ ചെയ്യാം, 3 കമ്പൈൽ ചെയ്യാം പറ്റുമായിരുന്നു. ഇതില്ലേ, അതില് ഒരു കേസ് പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഡ് കമ്പൈൽ ആവുമായിരിക്കാം. അതിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉപയോഗിക്കണ പാക്കേജസ് ഉണ്ടല്ലോ, ഡിപ്പെൻഡൻസീസ് ഏത് ഫ്രെയിം വർക്കാണോ നമ്മൾ ഓടിക്കാൻ നോക്കണത് അതിന്റെ ഡിപ്പെൻഡൻസീസ് യൂസ് ചെയ്യേണ്ടി വരും. അല്ല, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അവിടെയാണ് ചോദ്യം. ഇപ്പൊ അത്യാവശ്യം ഡെവലപ്പേഴ്സ് മാവൻ ഉപയോഗിക്കുമെങ്കിലും അറ്റ്ലീസ്റ്റ് 2015 ഞാൻ പല കമ്പനികളിലും ആൻഡ് വെച്ച ബിൽഡ് നടക്കുന്നുണ്ട്. അപ്പൊ എന്റെ ചോദ്യം എന്താന്ന് വെച്ചാല്, ന്യൂഗറ്റ് ഇപ്പൊ MS ബിൽഡ് ആണ് ഇപ്പൊ ഞാനിപ്പോ ഈ ആൻഡിന് പകരം കാണുന്നത്. അപ്പൊ എന്റെ ചോദ്യം എന്താ വെച്ചാ, ഈ ഡിപ്പെൻഡൻസി മാനേജ്മെന്റ് ബിൽഡും സെപ്പറേറ്റ് ചെയ്യാൻ വഴിയുണ്ടോ അതെ, ഈ ഇവരുടെ മറ്റേ .NET-ല്?
സെപ്പറേറ്റ് ആണല്ലോ. ഈ MS ബിൽഡിന്റെ പേര് മാറ്റിയിട്ടാണോ ഈ കമാൻഡ് ലൈൻ ബിൽഡ് തന്നെ .NET ചെയ്തേക്കണേ? ആ അതല്ല കേട്ടോ, ഞാൻ ഉദ്ദേശിച്ചതല്ല. ഞാൻ ഉദ്ദേശിച്ചത് ഈ പാക്കേജ് മാനേജർ, ന്യൂഗെറ്റ് പാക്കേജ് മാനേജറും MS ബിൽഡും തമ്മിൽ ഡയറക്റ്റ് ബന്ധമൊന്നുമില്ല. അല്ല, പാക്കേജ് മാനേജർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈബ്രറി വേർഷനിങ്ങിന് വേണ്ടിയുള്ളതല്ല. ബിൽഡായിട്ട് ബന്ധമില്ല. നിങ്ങളുടെ EXE ബിൽഡ് ചെയ്യുമ്പോൾ ഡിപ്പെൻഡൻസി മാനേജ്മെന്റ് ആണ് പാക്കേജ് മാനേജർ തന്നെ. അതെ. നിങ്ങൾക്ക് ഒരു ബിൽഡ് ടൂൾ വേണമല്ലോ. ഇപ്പൊ ഗ്രാഡില് IV മാവൻ എന്നൊക്കെ പറഞ്ഞ് ജാവയിലെ ഓപ്ഷൻ ഉണ്ട്. ഇനിയിപ്പൊ maven.net ഉണ്ടോന്ന് അറിഞ്ഞോളാം. ഉണ്ടോ? അങ്ങനെ പിന്നെ അങ്ങനെ റെപ്പോസിറ്ററി ഒക്കെ അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. ഇപ്പൊ ന്യൂഗെറ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജെഫ്രോഗും ഇപ്പൊ കുബർനെറ്റിന്റെ വേൾഡിലൊക്കെ ജെഫ്രോഗും മാതിരി ഒരു സാധനമായിട്ടല്ലേ കാണാൻ പറ്റും. അപ്പൊ ബിൽഡും ഡിപ്പെൻഡൻസി മാനേജ്മെന്റും കൂടി. പക്ഷെ ന്യൂഗെറ്റ് വെച്ച് നിങ്ങൾ ബിൽഡ് ചെയ്യൂല്ലോ. ഇല്ലില്ല. മാവൻ വെച്ച് ബിൽഡ് ചെയ്യും. ഓക്കെ. അത് കൺഫ്യൂസിംഗ് ആണ്. എന്താണ് അങ്ങനെ? ഇല്ല, അപ്പൊ ന്യൂഗെറ്റ് എങ്ങനെയാ ട്രാൻസിറ്റ് ഡിപ്പെൻഡൻസി ഇത് ചെയ്യണം? അവരെല്ലാം എടുത്തോണ്ട് വരില്ലേ? അല്ല, ന്യൂഗെറ്റില് ബിൽഡ് പാക്കേജിങ് സപ്പോർട്ട് ഉണ്ടാവണ്ടേ? ഇല്ല, അത് ഇവരാ തരുന്നത്. പാക്കേജ് ബിൽഡറാണ് ഉണ്ടാക്കണത്. ന്യൂഗെറ്റ് പാക്കേജ് വേണം ഉണ്ടാക്കേണ്ട സാഹചര്യം വന്നാൽ അതായത് ബിൽഡറാണ് ചെയ്യുക. ഏകദേശം ആന്റി സ്റ്റൈലാണ് മറ്റേ ശരത്തെ. അല്ല സാർ, അപ്പൊ ഈ മറ്റേ ബിൽഡറിന് വേണ്ടിയിട്ടുള്ള കോൺഫിഗറേഷൻ ന്യൂഗെറ്റ് ജനറേറ്റ് ചെയ്യോ? ന്യൂഗെറ്റ് ജനറേറ്റ് ചെയ്യില്ല. അത് നിങ്ങൾ പറയണം. അപ്പൊ കൺവെൻഷൻ ഉണ്ടോ .NETലെ ലൈബ്രറീസ്? അല്ല, വിഷ്വൽ സ്റ്റുഡിയോന്റെ .NET EXE ഈ പ്രൊജക്ട്സ് ഒക്കെ അപ്ഡേറ്റ് ചെയ്ത് വെക്കും നിങ്ങൾ പറയുന്നതിനനുസരിച്ച്. അപ്പൊ ബിൽഡ് ചെയ്യണത് വേറെയാ. .NET തന്നെ ബിൽഡ് ചെയ്യണം. അല്ല, .NET അല്ലേ .NET EXE അല്ലേ ബിൽഡ് ഓർക്കസ്ട്രേറ്റർ? അതെ. അല്ല, അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഡിപ്പെൻഡൻസീസ് ഇപ്പൊ ഇന്റർനെറ്റിൽ നിന്ന് റിസോൾവ് ചെയ്ത് ലോക്കലിലോട്ട് കൊണ്ടുവന്നു. അത് ബിൽഡ് ചെയ്യണ സമയത്ത് ലിങ്ക് ചെയ്ത് കൊടുക്കണ്ടേ? അതിന് വേണ്ടിയിട്ട് അത് റിസൈഡ് ചെയ്യുന്ന പ്ലേസസ് അറിയണം. അതെങ്ങനെയാ? .NETന് കൺവെൻഷൻ ഉണ്ടോ? അപ്പോ .NETന് ഡിഫോൾട്ട് ഈ പാക്കേജസിന്റെ ലൊക്കേഷൻ 2-3 സ്ഥലത്തല്ലേ വരുള്ളൂ. അതായത് മറ്റേ റെപ്പോ അല്ലേ? ഇപ്പൊ മാവിന് വേൾഡ് വൈഡ് റെപ്പോ ശരത്ത് കഴിക്കും. അതായത് നിങ്ങള് ഈ മാവൻ ഈ ജാവയുടെ ബിൽഡിലെ നിങ്ങൾ ഇങ്ങനെ ലൈബ്രറി കോൺഫ്ലിക്റ്റ് വരാറുണ്ട് ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസിയുടെ കേസിൽ. .NETൽ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നതാണ് എന്റെ ചോദ്യം. അപ്പൊ .NETൽ എപ്പോഴും ആ ലൈബ്രറി ഡിപ്പെൻഡൻസി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഒരു A എന്ന് പറഞ്ഞ പാക്കേജ് ഒരു പർട്ടിക്കുലർ ലൈബ്രറി യൂസ് ചെയ്യുന്നുണ്ട്. B എന്ന് പറഞ്ഞ പാക്കേജ് വേറൊരു ലൈബ്രറി, അതേ ലൈബ്രറിയുടെ വേറൊരു വെർഷൻ യൂസ് ചെയ്യാണ്ടെങ്കിൽ കോൺഫ്ലിക്റ്റ് വരും. അപ്പൊ ശരത്ത് യു ഗോട്ട് ദ ആൻസർ. അയ്യോ സാറേ, ഞാൻ അതല്ല ചോദിച്ചത്. അതായത് ഇപ്പം മാവന്റെ കേസിൽ എന്താണ് റിസോൾവ് ചെയ്യുന്നു ഡിപ്പെൻഡൻസീസ്, എന്നിട്ട് നമ്മള് ഇപ്പൊ മാവന്റെ ലോക്കൽ റെപ്പോസിറ്ററി ഉണ്ട്, അവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യും. ന്യൂഗെറ്റിൽ ഞാൻ ചോദിക്കട്ടെ, ഗ്ലോബൽ അസംബ്ലി ക്ലാഷിൽ അതാത് ഡയറക്ടറിയല്ലേ പോയി കിടക്കണേ ഇപ്പൊ? അതെ. ഗ്ലോബലായിട്ടില്ല. ഗ്ലോബലായിട്ട് ഇടാൻ വേണമെങ്കിൽ, പക്ഷെ ഇല്ല പൊതുവേ. ഷെയർഡ് ഫോൾഡറിൽ എന്നൊക്കെ പറയാൻ പറ്റുമോ പ്രോജക്റ്റില് ഇന്ന സ്ഥലത്ത് നിന്ന് എടുക്കാൻ? ഇല്ലില്ല, അത് സ്റ്റാൻഡേർഡ് ഉണ്ട്. അത് ഇപ്പൊ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ആയി വന്നത് ഒരു യൂസറിന്റെ ഒരു ന്യൂഗെറ്റിന്റെ ഒരു ഫോൾഡറിലാണ് പോയി കിടക്കുക. എന്നിട്ട് അത് സിസ്റ്റം ഫോൾഡറിലാണ് കിടക്കണേ. അതെ. അപ്പൊ മറ്റേ മാവന്റെ റെപ്പോസിറ്ററി മാതിരിയാണോ ശരത്ത്? ഓക്കെ. അപ്പോ അത് കഴിഞ്ഞിട്ട് ഇപ്പോ അതായത് ഇപ്പൊ ബിൽഡറിന്റെ കേസിൽ ഇപ്പൊ ന്യൂഗെറ്റ് യൂസ് ചെയ്യുന്നില്ല, നമ്മൾ ലൈബ്രറീസ് മാനുവലി ഹാൻഡിൽ ചെയ്യണമെങ്കിൽ ഈ ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കുമല്ലോ ഇന്ന ലൈബ്രറീസ് യൂസ് ചെയ്യുന്നുണ്ടെന്ന്. പ്രൊജക്ട് ഫയലുണ്ട്. അവിടെ ഒരു പ്രൊജക്ട് ഫയൽ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അപ്പൊ പ്രൊജക്ട് ഫയൽ അപ്ഡേറ്റ് ചെയ്യുന്നത് ന്യൂഗെറ്റിന്റെ പണിയാണ്. .NET.exe പണിയാണ്.
അല്ല അത് ശരിയാവും. അതായത് ആ ന്യൂഗറ്റിലാണ് ന്യൂഗറ്റ് അല്ലല്ല അതെങ്ങനെയാ ശരിയാ? അല്ലല്ല ഇല്ലല്ല .NET വെച്ചിട്ടല്ല ലൈബ്രറി ആഡ് ചെയ്യണേ. .NET വെച്ചിട്ടാണ്. .NET ന്യൂഗറ്റ് വഴി .NET.exe എന്ന് പറഞ്ഞ സാധനമുണ്ട്. അവൻ ആഡ് ലിബ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവൻ ന്യൂഗറ്റ് വഴി എടുക്കണമെന്നേ ഉള്ളൂ. ന്യൂഗറ്റ് ആയിട്ട് ഡെവലപ്പർ ഡയറക്ട്ലി ഇന്റർഫേസ് ചെയ്യുന്നില്ല. അത് ചെയ്യാം, പക്ഷെ അത് അങ്ങനെയാണെങ്കിൽ എങ്ങനെ അത് അപ്ഡേറ്റ് ചെയ്യും എന്നുള്ളതാണ് എന്റെ ചോദ്യം. അത് വിഷ്വൽ സ്റ്റുഡിയോയിൽ പറ്റും ഓട്ടോമാറ്റിക്കലി, കാരണം വിഷ്വൽ സ്റ്റുഡിയോ അത് ചെയ്യും. വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ എങ്ങനെ ചെയ്യും ലാലെ? .NET ഉപയോഗിക്കാതെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കമാൻഡ് ലൈൻ .NET ആഡ് പാക്കേജിന്റെ പേര്. അത് തന്നെ, അതല്ലേ ഞാൻ പറഞ്ഞത്. അതെ ശരത്ത് ചോദിക്കണ അതല്ല. ആ. ഇപ്പൊ നിങ്ങൾ ന്യൂഗറ്റിന് പല ഓപ്ഷൻസ് ഉണ്ടല്ലോ. നിങ്ങൾക്ക് വേണമെങ്കിൽ വിഷ്വൽ സ്റ്റുഡിയോയില് ന്യൂഗറ്റിന്റെ കൺസോൾ കിട്ടും. വിഷ്വൽ സ്റ്റുഡിയോയില് ന്യൂഗറ്റിന്റെ കൺസോൾ കിട്ടും. അതെ. അപ്പൊ അത് വെച്ച് ചെയ്യുമ്പോൾ വിഷ്വൽ സ്റ്റുഡിയോ അത് അപ്ഡേറ്റ് ചെയ്യും. അതെ. ഇവിടെ വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ നിങ്ങൾ .NET വെച്ചാ ചെയ്യണേ. അതെ. എന്റെ ചോദ്യം വെച്ചാൽ ന്യൂഗറ്റിന്റെ കൺസോൾ കിട്ടുമോ? ന്യൂഗറ്റിന്റെ കൺസോൾ വേണ്ട, ടെർമിനലിൽ നിന്ന് ചെയ്യാം. ഈ വിഷ്വൽ സ്റ്റുഡിയോ ചെയ്യുന്നത് അങ്ങനെയല്ല, പോലും അല്ല അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ ഉണ്ടോന്ന് ചോദിക്കുക. അപ്പൊ അങ്ങനെ ഓപ്ഷൻ ഇല്ല. അപ്പൊ ശരത്തെ .NET.exe അത് ചെയ്യണേ. അതെ അതെ .NET.exe ചെയ്യുന്ന. അത് ഈവൻ വിഷ്വൽ സ്റ്റുഡിയോ ആണെങ്കിൽ പോലും ബാക്ക്ഗ്രൗണ്ടിൽ .NET.exe ചെയ്യുന്ന. അതപ്പോ അവിടെ ഒരുത്തം പിടിച്ച് ട്രിഗർ ചെയ്യണമല്ലോ. അതെ. അപ്പൊ ഒരു അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞു. അല്ല, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ക്രോസ് പ്ലാറ്റ്ഫോം ആയിട്ട് ഒരു .NET കോർ പ്രൊജക്ട് ചെയ്യുവാണെങ്കിൽ ഈ പാത്ത് അല്ല, ഇപ്പൊ മാക്കിലെ പാത്ത് യൂണിക് സ്റ്റൈലായിരിക്കുമല്ലോ കിടക്കണേ. അപ്പൊ അത് ആ പ്രൊജക്ട് വിൻഡോസിൽ കൊണ്ടുവന്നിട്ട് നമുക്ക് ഇതിന് ഇപ്പൊ ഈ മറ്റേ ന്യൂഗറ്റിൽ റിസോൾവ് ചെയ്ത സാധനം എന്താണ്, ഇപ്പൊ നമുക്ക് npm ഇപ്പൊ പാക്കേജ് ലോക്ക് ഉണ്ടല്ലോ, ഡിപെൻഡൻസീസ് ഫ്രീസ് ചെയ്യാനായിട്ട്, അങ്ങനത്തെ പരിപാടി ഉണ്ടോ നിങ്ങൾക്ക് ഇതിനകത്ത്? ഇല്ല, അങ്ങനെ ഫ്രീസ് ചെയ്യണത് ഇല്ല. എക്സാക്ട് വേർഷൻ ആണ് ഡൗൺലോഡ് ആയി വരുന്നത്. പക്ഷെ അവിടെ കോൺഫ്ലിക്റ്റ് വരാം. അതായത് ഇപ്പൊ ഞാൻ പറയട്ടെ, ഈ മറ്റേ 2.2 ലിങ്ക് ചെയ്യുന്നു, 2.3 വെർഷനാണ് നമുക്ക് വേണ്ടെങ്കിൽ വരാലോ. അത് ന്യൂഗറ്റ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് ഒരേ സമയം മൾട്ടിപ്പിൾ വെർഷൻസ് ഡൗൺലോഡ് ചെയ്ത് വെക്കാം നമ്മുടെ സിസ്റ്റത്തിൽ. പ്രൊജക്റ്റിലോട്ട് ഒരെണ്ണം കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നുള്ളൂ. അപ്പൊ അത് റിസോൾവ് ചെയ്യണമെങ്കിൽ പ്രൊജക്റ്റിൽ മാറ്റണം നിങ്ങൾ, അല്ലെ? അതായത് ഇപ്പൊ A.dll B.dll ഉണ്ടെങ്കിൽ B.dll 2.3 അടങ്ങുന്ന നിങ്ങൾ 2.2 ഡൗൺ സൈസ് ചെയ്യണം, എന്നാലേ നിങ്ങൾക്ക് അത് കറക്റ്റ് കിട്ടുള്ളൂ. അതെ. ഒരു പ്രൊജക്റ്റിൽ ഒരു വർഷമേ നിൽക്കുള്ളൂ. അല്ല ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ഈ മറ്റേ അല്ല ഈ പ്രൊജക്ടിന്റെ .NET.exe ഈ മറ്റേ ഡിപെൻഡൻസീസ് അപ്ഡേറ്റ് ചെയ്യുമല്ലോ. അപ്പൊ അത് അബ്സല്യൂട്ട് പാത്ത് അല്ലേ? അബ്സല്യൂട്ട് പാത്ത് ആയിട്ടല്ലേ ചെയ്യുന്നത്? ഇല്ല, അത് ഹിഡനാണ്. അസംബ്ലിയുടെ നെയിം വേർഷൻ ഏതാന്നേ ഉള്ളൂ. അപ്പൊ അത് എങ്ങനെ, അതായത് ഓരോ OS സ്പെസിഫിക് റെസൊല്യൂഷൻ, അതായത് ന്യൂഗറ്റ് ആയിട്ട് ടൈറ്റ്ലി കപ്പിൾഡ് ആണ് ഈ സാധനം. അതല്ല, നിങ്ങൾ ഡെവലപ്പ് ചെയ്യുമ്പോ അങ്ങനെ. പിന്നെ ഡെവോപ്സ് പൈപ്പ് ലൈനിൽ നിങ്ങൾ ഇപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോസ് കമ്പൈലേഷൻ ഞാൻ ചോദിക്കട്ടെ, വിൻഡോസിൽ ഇരുന്നുകൊണ്ട് മാക് ബൈനറി ഉണ്ടാക്കാനുള്ള ഓപ്ഷൻ ഉണ്ടോ .NET-ല്? പിന്നെ സെയിം ഇവര് പറയും സെയിം ബൈനറി എന്ന് പറയും. അതെനിക്ക് വേണേ ഞാൻ ചോദിക്കട്ടെ, ബൈനറി ഉണ്ടാക്കാൻ പറ്റും തോന്നുന്നുണ്ട്. മാക്കിന്റെ പറ്റുമെന്ന് പറഞ്ഞൂടാ. മാക്കിന് റെസ്ട്രിക്ഷൻ ഉണ്ട്. ഇപ്പൊ സാമറിനുള്ള മാതിരി ഒരു മാക്കെങ്കിലും വേണം ഇത് ചെയ്യാൻ. അപ്പൊ അതല്ല, ക്രോസ് കമ്പൈലേഷൻ സപ്പോർട്ട് ഉണ്ടോ എന്നാണ് ചോദ്യം. അതിന്റെ ആവശ്യമില്ല, കാരണം എല്ലാം .NET-ലോട്ട് പോകുന്നുണ്ട്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ അതല്ല സാറേ, ഇത് ഈ മറ്റേ ന്യൂഗറ്റ് ഇല്ലാണ്ട് ഡിപെൻഡൻസി റെസൊല്യൂഷൻ ഉണ്ടോ? അതാണ് .NET. ഇല്ല. അല്ല, ഹൂസ് പ്രിവെന്റിങ് യു? അവിടെ കൊണ്ടുപോയി മാനുവലി കൊണ്ടുപോയിട്ടൂടെ? അല്ല, എവിടെ ഇടുന്ന അവിടെ, അതാണ്. അപ്പൊ ന്യൂഗറ്റ് അസംപ്ഷൻ അവിടെ ഉണ്ട്. അതായത് ന്യൂഗറ്റിന് ഒരു കൺവെൻഷൻ അവിടെ ഉണ്ട്. അല്ല, ഒരു കോൺഫിഗറേഷൻ ഉണ്ട്. ആ കോൺഫിഗറേഷൻ ആണ് എവിടെയാണ് സാധനങ്ങൾ എടുക്കുന്നത്, എങ്ങനെയാണ് വന്നതെന്ന് പറയുന്നത്. അതാ പറഞ്ഞ, അപ്പൊ ന്യൂഗറ്റ് ഒഴിവാക്കിയിട്ടുള്ള പരിപാടി ഇല്ല ശരിക്കും പറഞ്ഞാല്. ഡിപെൻഡൻസി ആഡ് ചെയ്യാനും റിമൂവ് ചെയ്യാനും ന്യൂഗറ്റ് ഒഴിവാക്കിയിട്ടുള്ള പരിപാടി ഇല്ല. അങ്ങനെയല്ല, .NET.exe ബൈ ഡിഫോൾട്ട് സൗണ്ട് പോയി. .NET.exe മറ്റേ ഈ ന്യൂഗറ്റുമാണ് പിക്കി ബാക്ക് ചെയ്യുന്നത്.
ആ അല്ലല്ല മനസ്സിലായി. അപ്പൊ നമ്മള് ഈ ഇപ്പൊ നമ്മളൊരു ലൈബ്രറി മോഡലില് ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് എടുത്തുവാണെങ്കിൽ നമുക്ക് ലോക്കലി ഒക്കെ പബ്ലിഷ് ചെയ്യാൻ പറ്റും അല്ലെ? ഇത് ലോക്കൽ ഫയൽ ആ സിസ്റ്റത്തിൽ നിന്നൊക്കെ അല്ലല്ല അത് ഞാൻ ആ ആസ്പെക്ട് ലാലൊരു ചോദ്യം, ഒരു ലൈബ്രറി ഉണ്ടാക്കി അതെനിക്ക് ആ, ഈ ലോക്കൽ റെപ്പോസിറ്ററിയിലോട്ട് പബ്ലിഷ് ചെയ്യാൻ പറ്റുമോ? നുഗറ്റ് ഡിപെൻഡൻസി പോലെ വർക്ക് ചെയ്യാനല്ലേ, അതുപോലെ ബിഹേവ് ചെയ്യാനല്ലേ? അല്ല ആ അതല്ല ഇപ്പൊ ഞാൻ ചോദിക്കണ വെച്ചാല് ന്യൂഗറ്റിലോട്ട് ഇപ്പൊ ഡോക്കർ കണ്ടെയ്നർ ഉണ്ടാക്കിയ ഡോക്കർ ഹബിലോട്ട് ഇടണമായിരിക്കും, ന്യൂഗറ്റിലൊക്കെ ഇട്ടിട്ടാണ് പറ്റുള്ളൂ. ഇല്ലില്ല, നമുക്ക് നമ്മുടെ മെഷീനിൽ തന്നെ ചെയ്യാം, വേറൊരു സെർവർ വേണമെങ്കിൽ ഉണ്ടാക്കി അതിലോട്ട് ചെയ്യാം, എവിടെ വേണമെങ്കിലും ചെയ്യാം. മിക്ക കമ്പനികൾക്കും സ്വന്തം പ്രൈവറ്റ് സെർവറുകളുണ്ട് ഇപ്പൊ, അവരുടെ അല്ല ഇന്റേണൽ ആയിട്ടുള്ള പാക്കേജ് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി. അതായത് ഇപ്പൊ ജെഫ്രോഗിൽ വെക്കാമല്ലോ, ജെഫ്രോഗിന് ന്യൂഗറ്റ് ക്ലയന്റ് ജെഫ്രോഗ് റെപ്പോസിറ്ററിന്ന് എടുക്കുമോ? അറിയില്ല, പക്ഷേ പറ്റണം. അല്ല അതെന്തായാലും പറ്റണം. തേർഡ് പാർട്ടി മറ്റേ ആർട്ടിഫാക്ട് റെപ്പോസിറ്ററിയിൽ നിന്ന് റിസോൾവ് ചെയ്യാൻ പറ്റുക എന്നുള്ളതും ഇനി റിക്വയർമെന്റാ. അതല്ല ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഈ ന്യൂഗറ്റ് ഉപയോഗിക്കുന്നത് HTTP ഡൗൺലോഡോ അങ്ങനെ എന്തെങ്കിലും ആണോ? അയ്യോ അത് TCP ഡൗൺലോഡ് ആണോ? ഫാസ്റ്റ് ആയിട്ടൊക്കെ എങ്ങനെ ചെയ്യണേ? ഇപ്പൊ കുബർനെറ്റിന് അവരുടെ പ്രൊപ്പറേറ്ററി പ്രോട്ടോകോൾ ഉണ്ടാവില്ലേ ചങ്കട് ഡൗൺലോഡ് ഒക്കെ ചെയ്യാൻ? എന്നാലും എത്ര ഫാസ്റ്റിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ല, പൊതുവേ നുഗറ്റ് സ്ലോ ആണ്, ഫാസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. അല്ല അപ്പൊ ന്യൂഗറ്റ് ഇത് ഇപ്പൊ ആ പാക്കേജ് മാനേജർ ഈ അതിന്റെ സെർവേഴ്സ് ആയിട്ട് കോണ്ടാക്ട് ചെയ്യണത്, അതിന് വേണ്ടി നിങ്ങളുടെ കോർപ്പറേറ്റ് നെറ്റ്വർക്കിലെ ഏതെങ്കിലും പോർട്ട് ഓപ്പൺ ചെയ്യണം? വേണ്ട. അപ്പൊ അതിനർത്ഥം അത് HTTP ഡൗൺലോഡ് ആണെന്നല്ലേ? അതെ അതെ. അപ്പൊ മൾട്ടിപ്പിൾ ക്ലയൻസ്, അതായത് മൾട്ടിപ്പിൾ ത്രെഡിൽ ഡൗൺലോഡ് ചെയ്യുമായിരിക്കും, എന്നാലും ഇത്ര ഫാസ്റ്റ് ആവുള്ളൂ. പക്ഷെ ഇപ്പൊ ഞാൻ പറയട്ടെ, ഒരു പ്രൊജക്ടിന്റെ ബിൽഡ് പ്രോസസ്സിൽ ഡിപ്ലോയ്മെന്റിൽ ഏറ്റവും സ്ലോ എന്നത് ഈ പാക്കേജ് ഡൗൺലോഡ് ചെയ്യാനാ, ഒന്നുമില്ലെങ്കിൽ. അത് ഓട്ടോമാറ്റിക് ആയിട്ട് പൈപ്പ് ലൈനിൽ കയറുമ്പോൾ ഒന്നും ഉണ്ടാവില്ലല്ലോ, അപ്പൊ അത് ഡൗൺലോഡ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ടൈം ആണത്. അപ്പൊ അത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി മിക്കവരും ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയിൽ ഒരു ക്യാഷ് വെച്ച് കൊടുക്കും, എന്നിട്ട് ആ ക്യാഷിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യും, ഓവർ ഇന്റർനെറ്റ് ഡൗൺലോഡ് ചെയ്യാണ്ടിരിക്കാൻ. പക്ഷേ അതാണ് ഏറ്റവും സ്ലോവസ്റ്റ് പോയിന്റ്. അല്ല അപ്പൊ ഡോട്ട് ഈ അല്ല ഇപ്പൊ നമ്മൾ ഡൗൺലോഡ് മാനേജർ ഒക്കെ ചെയ്യണ HTTP ഡൗൺലോഡ് നമുക്ക് ചങ്കടായിട്ട് ചെയ്യാം. അതായത് ഇന്ന ഓഫ്സെറ്റ് വരെ ഒരു ക്ലയന്റ് ഉണ്ട്, വേറെ ഓഫ്സെറ്റ് വേറെ ക്ലയന്റ് ഉണ്ട്. ഞാൻ അങ്ങനത്തെ ക്ലയന്റ് പ്രോഗ്രാം എഴുതിപ്പിച്ചിട്ടുണ്ട്, മനസ്സിലായില്ലേ? ഞാൻ അപ്പോ നമുക്കത് ചെയ്യാൻ പറ്റും. അതേമാതിരി സാധനം ഇവർ ചെയ്യണ്ടാവില്ലേ? പക്ഷെ ഇവരുടെ സംഭവം എന്താണെന്നറിയോ, ഇപ്പൊ ഒരു ഫയൽ സൈസ് 1 GB ആണെങ്കിൽ ആ പറഞ്ഞത് മേക്ക് സെൻസ്. പക്ഷേ 1 MB ഉള്ള 1000 ഫയലാണെങ്കിൽ അതിന് വാല്യൂ ഇല്ലല്ലോ. അല്ല അങ്ങനെ പറയാം. സൗണ്ട് പോയി. സീക്വൻഷ്യലി ആണ് എന്താ ഈ വിച്ച് പ്രോട്ടോകോളിന് കേട്ടോ, പ്രോട്ടോകോൾ ഡസ് ന്യൂഗറ്റ് uses to download dependent packages എന്നാണ് അറിയേണ്ടത്. ന്യൂഗറ്റ് ക്ലയന്റ് SDK, ന്യൂഗറ്റ് ക്ലയന്റ് SDK നമുക്ക് ഇത് ചെയ്യാന്ന് തോന്നുന്നു. HTTP ആണ്, അതിന് API ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് പ്രോഗ്രാമാറ്റിക്കലി ചെയ്യാൻ പറ്റും. Provides a set of APIs interact with HTTP and file-based NuGet feeds. NuGet resolver എന്നൊക്കെ പറഞ്ഞ സാധനമുണ്ട്. ഗ്ലോബൽ പാക്കേജസ് ഫോൾഡർ എന്ന് പറഞ്ഞ സാധനം ഉണ്ടെന്നാണോ പറയണേ? ഞാനത് തപ്പിക്കൊണ്ടിരിക്കണത്. അത് എവിടെയാണ് യൂസറിൽ, സിസ്റ്റത്തിലെ യൂസറിൻ്റെ ഇതിൽ .NuGet എന്ന് പറഞ്ഞ ഫോൾഡറിൽ പാക്കേജസ് എന്ന് പറഞ്ഞ ഫോൾഡറിലേക്കാണ് എല്ലാ സാധനവും ഡൗൺലോഡ് ആവുക.
എന്നിട്ട് അതിൽ നിന്നാണ് പ്രൊജക്റ്റിലേക്ക് ഡിപ്പെൻഡൻസി വരിക. അപ്പൊ അതില് ഒരു ഇതാണെങ്കിൽ, ഒരു നെയിം സ്പേസ് ആണെങ്കിൽ ആ നെയിം സ്പേസിന്റെ അകത്ത് വെർഷൻസ് ഉണ്ടാവും. വെർഷൻസിന്റെ അകത്തായിരിക്കും ആക്ച്വൽ DLL-ഉം കാര്യങ്ങളൊക്കെ വന്നത്. അതിന്റെ ഹാഷും ചെപ്പേറും കോൺഫിഗറേഷനും അല്ല. Can NuGet results can dependencies from JFrog or Artifactory? Artifactory plugins integration NuGet and .NET Core clients allow build. അതായത് JFrogന്റെ സാധനം കൊണ്ട് ഇടണം തോന്നുന്നു. ബിൽറ്റ് ഇൻ സപ്പോർട്ട് ഇല്ല. ആ NuGet റെപ്പോസിറ്ററീസ് സപ്പോർട്ട് ചെയ്യുന്നതാണ് JFrogന്. NuGet റെപ്പോസിറ്ററീസ് സപ്പോർട്ട് ചെയ്യുമെങ്കിൽ NuGetല് ഇവിടെ ക്ലയന്റ് സൈഡിൽ ആകെ ചെയ്യാവുന്നത് ആ കോൺഫിഗറേഷൻ മാറ്റി കൊടുക്കുക എന്നുള്ള സംഭവം മാത്രമാണ്. അതായത് ബൈ ഡിഫോൾട്ട് NuGet.org-ലോട്ടുള്ള സംഭവമായിരിക്കും കിടക്കുന്നത്. അതിന്റെ കൂടെ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യും. അല്ലല്ല ഈ ഇതിപ്പോ നമ്മള് മറ്റേ സിസ്റ്റം ഇന്റേണൽസിന്റെ ഡിസ്കഷനായി മാറിയില്ല ശരത്തെ. ഇന്റർവ്യൂ വിട്ടുപോയി. അല്ല, ഇന്റർവ്യൂ തന്നെയാണത്. ഇത് വരുമ്പോ എത്ര ലഡു പൊട്ടിയപ്പോ അല്ല, ഇതൊക്കെ അല്ലേ അറിയേണ്ടത്. ഇനിയിപ്പോ നമുക്ക് അറിയാൻ മറ്റേ ഇതിപ്പോ ബിനുവിനൊക്കെ കണ്ടു കഴിഞ്ഞാലേ കുറെ പൊട്ടന്മാരിരുന്ന് ഒരു വിവരമില്ലാത്തവരും സംസാരിക്കണതിനൊക്കെ പറയും. അതിപ്പോ ഞാൻ കേട്ടെ, അത് ഇപ്പൊ നമ്മളിപ്പോ ഒരു അൺനോൺ ടെറിട്ടറിയിലേക്കാണ് നടക്കണേ. ഇപ്പൊ അവർക്ക് ഡിസ്കഷന്റെ പോക്ക് കാണുമ്പോ ഇൻഫർ ചെയ്യാലോ, വെറുതെ പാസീവായിട്ടല്ലേ ഇരിക്കണേ. അപ്പൊ പിന്നെന്തായിരുന്നു ഈ .NET-ല് മൈക്രോ സർവീസസ് ഡെവലപ്മെന്റിന് സ്പ്രിംഗ് മാതിരിയുള്ള ഒരു ഫ്രെയിം വർക്ക് പോരാന്നാണ്, ഇല്ല എന്നുള്ളത് കൊണ്ട് .NET മൈക്രോ സർവീസസ് അധികം പോപ്പുലർ അല്ല എന്നാണ് പറയുന്നത്. എന്താണ് ലാലിന്റെ ടേക്ക്? എന്റെ എക്സ്പീരിയൻസ് അങ്ങനെയല്ല. അങ്ങനെയല്ല, അതൊരു ബേസ്ലെസ് ആർഗ്യുമെന്റ് അല്ലേ? അല്ല, എന്താണ് ഇപ്പൊ ഞാൻ ചെയ്യട്ടെ. അല്ല, ഇപ്പൊ ഒരു കാര്യം പറഞ്ഞാൽ ഇപ്പൊ സ്പ്രിംഗിന്റെ സെൽഫ് ഹോസ്റ്റിംഗ്, സ്പ്രിംഗ് സെക്യൂരിറ്റി ആൻഡ് ദോസ് കൈൻഡ് ഓഫ് തിങ്സ്, അങ്ങനെ കുറെ കാര്യങ്ങൾ, കുറെ ലൈബ്രറീസ് ഉണ്ട്. ഇതിനൊക്കെ ഗ്ലൂ കോഡ് .NET-ൽ എഴുതണം. അതാണ് ആ ആർഗ്യുമെന്റിന് പുറകിലുള്ള ചേതോവികാരം. അല്ല, ഈ സെക്യൂരിറ്റി പക്ഷെ എനിക്കത് ഇത് ചെയ്യുന്നില്ല. അതായത് എന്റർപ്രൈസ് കമ്പ്യൂട്ടിങ്ങില് വൺ ഓഫ് ദ പ്രോമിനന്റ് സിസ്റ്റം ആണ് .NET-ഉം. അതെ അതെ. അല്ല, ഞാനതിനോട് അല്ല ഇപ്പൊ ഞാൻ .NET-ന് ബെറ്റ് പ്ലേസ് ചെയ്തപ്പോ എന്നെ തളർത്താൻ വേണ്ടി പറഞ്ഞാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. അതെ, ഇപ്പൊ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് സെക്യൂരിറ്റി ഫീച്ചർ .NET-ൽ ഇല്ല എന്ന് പറയുവാണെങ്കിൽ ഓക്കെ, മേക്ക് സെൻസ്. പക്ഷേ അല്ലാണ്ട് ജനറൽ ആയിട്ട് പറയുമ്പോൾ നമ്മ എന്തെന്ന് പറഞ്ഞാൽ ഇല്ലാന്ന് വിചാരിക്കാം. അങ്ങനെയല്ല, ഇപ്പൊ ആസ്പയർ വന്നോണ്ട് മൈക്രോ സർവീസസ് ഡെവലപ്മെന്റ് ബെറ്റർ ഫാസ്റ്റ് ആവുമോ? ഞാൻ ആസ്പയർ എനിക്ക് ഡീറ്റെയിൽ അറിയില്ല. ഞാൻ കേട്ട വെച്ചിട്ട് ആവുന്നതാണ്. ആവുന്ന കഴിഞ്ഞാല് അഷൂറിന്റെ കോണ്ടെക്സ്റ്റിൽ എന്തായാലും ആവണം. അല്ല, പൈത്തണില് മൈക്രോ സർവീസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. എലിക്സറിൽ ചെയ്യാൻ പറ്റുമോ? അങ്ങനെയല്ല, ഇപ്പൊ മൈക്രോ സർവീസസ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാലേ ഒരു ഫൈൻ ഗ്രെയിൻ സർവീസസ് എടുത്തിട്ട് കുബർനെറ്റിസ് എടുത്തിട്ട് റെപ്ലിക്ക ഫാക്ടറും സ്റ്റേറ്റസ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ ടെക്നിക്കലി അത് മൈക്രോ സർവീസ് ആയി. API ഗേറ്റ്വേ മറ്റേതൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവരുദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഒരു മൈക്രോ സർവീസസ് ഡെവലപ്മെന്റ് ചെയ്യുമ്പോ സ്പ്രിംഗ് ബൂട്ടിൽ കോഡ് ചെയ്യാത്തവരാണ് മെയിൻലി പറയണ കേട്ടോ. അതായത് ഇതൊരു ഫേമസ് വ്യക്തി, ഫേമസ് വിത്തിൻ അവർ നെറ്റ്വർക്ക് .NET-ൽ നിന്ന്
ജാവയിലേക്ക് അയാളുടെ ഭാഷ്യം സ്വിച്ച് ചെയ്യാന്നുള്ളതാണ്. ഞാൻ പറഞ്ഞത് അഡോപ്റ്റ് ചെയ്താൽ പോരെ എന്നാണ് ഞാൻ ചോദിക്കണത്. സ്വിച്ച് ചെയ്തപ്പോ പുള്ളി നിരത്തിയ വാദം ഒരു വാദം മാതിരി എല്ലാവരിലും കടന്നുകൂടിയിട്ടുണ്ട്. ഈവൻ ഞാനും അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിടികിട്ടിയ ഒരു വെർച്വൽ ഫംഗ്ഷൻ നമ്മൾ എഴുതും എന്നോട്. അത് കേൾക്കുമ്പോ ഒരു കർണത്തിന് വലിയ അല്ല, ഒരു സാധുതാപരമായ ഒരു പെർസുവേഷൻ ആണോ അത്? സാധുതാപരമല്ല. കാര്യം വെച്ചാൽ മൈക്രോ സർവീസ് .NET ഇഷ്ടംപോലെ മൈക്രോ സർവീസുകൾ ഓടുന്നുണ്ട്. എന്റർപ്രൈസ് ലെവലിൽ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ ഈ ഒരു പർട്ടിക്കുലർ ഫങ്ഷനാലിറ്റി അതിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അത്രയും ആൾക്കാർ അത് ചെയ്യില്ലല്ലോ. അതല്ലേ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ സ്പ്രിംഗ് .NET കൊല്ലുന്നതിൽ മൈക്രോസോഫ്റ്റ് പങ്കുണ്ടായിരുന്നു. 2012 വരെ സ്പ്രിംഗ് .NET ഉണ്ടായിരുന്നു. അതേമാതിരി സ്കാല .NET ഉണ്ടായിരുന്നു ഒരു സമയത്ത്. മനസ്സിലായില്ലേ? അപ്പൊ എന്റെ ചോദ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മൈക്രോസോഫ്റ്റ് എന്തുകൊണ്ട് ഈ മൈക്രോ സർവീസസ് ഡെവലപ്മെന്റും സെൽഫ് ഹോസ്റ്റിംഗും ഒക്കെ ഇത് ചെയ്യാൻ വേണ്ടി ടൂളിംഗ് കൊണ്ടുവരുന്നില്ല? ഇപ്പൊ സ്പ്രിംഗ് സ്റ്റാർട്ടർ കിറ്റ് ഉണ്ട്. നിങ്ങൾ അവിടെ പോയിട്ട് കുറെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോയിലർ പോട്ട് കിട്ടും. നേരെ ക്ലിപ്സിലോ മറ്റേ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത 5 മിനിറ്റുള്ള മൈക്രോ സർവീസ് എഴുതി തുടങ്ങിയായി. ഞാൻ ഒരു ഡൗട്ട് ചോദിക്കട്ടെ. നമ്മിപ്പോ ഒരു API ഉണ്ടാക്കുവാണെന്ന് വെച്ചോ. ആ ഏത് ലാംഗ്വേജും ആയിക്കോട്ടെ, നമ്മൊരു API ഉണ്ടാക്കുന്നു. ആ API ഉണ്ടാക്കി അതിനെ പിടിച്ചിട്ട് ഒരു കണ്ടെയ്നർ ആക്കി കഴിഞ്ഞിട്ട് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എസെൻഷ്യലി മൈക്രോ സർവീസ് ആയി. അല്ല, അത് അതിന്റെ ടാക്ടിക്കൽ ആസ്പെക്ട് ആണ്. ഓക്കെ, ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം, ഇപ്പൊ ഈ പറയുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം, അവരും ഇപ്പൊ ഞാൻ കുറച്ച് സ്ട്രാറ്റജിക് ലെവലിൽ എടുക്കുകയാണെങ്കിൽ, ഒരു ഓർഗനൈസേഷന്റെ ഏറ്റവും കൂടുതൽ ബെറ്റ്സ് പ്ലേസ് ചെയ്യാവുന്ന ഏരിയ ഉണ്ട്. അവിടെയാണ് അവന്മാർ അത് പ്ലേസ് ചെയ്യുള്ളൂ. അപ്പൊ അത് മിക്കവാറും എഡ്ജിലുള്ള സർവീസസ് ആയിരിക്കും. അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ മൈക്രോ സർവീസസ് ആക്കുന്നല്ലാതെ എൻ്റയർ അപ്ലിക്കേഷൻ ഒന്നും ആക്കാൻ പോകുന്നില്ല. ഇപ്പോ അവിടെ തന്നെ പ്രശ്നമുണ്ട്. ഓരോ സൈറ്റിനനുസരിച്ചിട്ട് അത് ഡീകമ്പോസ് ചെയ്യണം. അപ്പോ ഈ കടമ്പകളൊക്കെ കടന്നു വിചാരിക്കുക. അതായത് ഇപ്പൊ ഒരു നല്ലൊരു CIO ഓഫീസ് ഉണ്ട്, ഹു അണ്ടർസ്റ്റാൻഡ്സ് വാല്യൂ ഓഫ് മൈക്രോ സർവീസസ്. അവരതിനു വേണ്ടി ബജറ്റ് തന്നു. അത് കഴിഞ്ഞിട്ട് ഈ ഡെവലപ്പ് ചെയ്യണമല്ലോ മൈക്രോ സർവീസ്. അപ്പോ അവിടെ ഒരു ഗ്രീൻഫീൽഡ് പ്രൊജക്റ്റ് ആണ്. .NET ജാവ വരികയാണെങ്കിൽ ജാവയ്ക്ക് ഒരു കമ്പലിംഗ് എഡ്ജ് ഉണ്ടെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. ഈ സ്പ്രിംഗ് ബൂട്ടില് പക്ഷെ അത് റിസോഴ്സ് അവൈലബിലിറ്റി അനുസരിച്ചിരിക്കും സാറേ. ആ പ്രൊഡക്ടിവിറ്റി അതൊരു സിഗ്നിഫിക്കന്റ് പ്രൊഡക്ടിവിറ്റി ഡിഫറൻസ് അല്ല എന്റെ കണ്ണിലല്ല. അല്ല, അങ്ങനെയല്ല. ഇപ്പൊ മെയിൻ അല്ല, ഇതിപ്പോ ഇവരുടെ പറച്ചിലിന് ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ? നിങ്ങൾ 100 80 .NET ഡെവലപ്പേഴ്സിന് എടുത്ത് ചോദിച്ചു നോക്കുക, അവരുടെ വിശ്വാസം ഇതാണല്ലേ? ഞാനതിനെ വിശ്വസിക്കണമെന്നൊന്നും പറയണില്ല. ഞാൻ നോക്കിയിട്ട് .NET ഇപ്പൊ അല്ല, ഞാൻ ആ ആർഗ്യുമെന്റിനെ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ അതിന്റെ ഒരു എനിക്ക് വേണ്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്പ്രിംഗ് ബൂട്ടിൽ ഒരു മൈക്രോ സർവീസ് ഉണ്ടാക്കുമ്പോൾ .NET കിട്ടാത്ത എന്താണ് അതിൽ കിട്ടണമെന്ന് പറയണ്ടേ? .NET-നേക്കാളും ഫാസ്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഫാസ്റ്റ് അല്ല, അതായത് ഫോർ സം റീസൺ സ്പ്രിങ്ങിന്റെ ആ ഫ്രെയിം വർക്ക് ഉണ്ടല്ലോ, നിങ്ങൾ അത് ഉപയോഗിച്ച് നോക്ക്. ഈവൻ മൈക്രോസോഫ്റ്റ് വരെ ലോ ലെവൽ, കാരണം അനോട്ടേഷൻസും അതും വെച്ച് മിക്ക കാര്യങ്ങളും, അതായത് കുറെ കാര്യങ്ങളുണ്ട് അതിൻ്റെ ഉള്ളിൽ. അത്രയും ഡെവലപ്മെന്റ് ഈസ് മൈക്രോസോഫ്റ്റ് ടൂളിംഗ് വെച്ച് നിങ്ങൾക്ക് ഒരു മോണോലിത്ത് എഴുതാനോ അല്ലെങ്കിൽ ഒരു ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ എഴുതാനോ ഒരു വെബ് ആപ്ലിക്കേഷൻ, ഒരു വെബ്സൈറ്റ് ഒക്കെ എഴുതാനോ അങ്ങനത്തെ ഇൻസിഡന്റൽ ഇതൊക്കെ ഉള്ള സ്ഥലത്ത് .NET തന്നെ ഫാസ്റ്റ്. പക്ഷെ നിങ്ങളൊരു മൈക്രോ സർവീസസ് കുറച്ചും കൂടി സ്ട്രക്ചേർഡ് ആയിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണല്ലോ. അവിടെ എന്തുകൊണ്ട് ഒരു മൈക്രോ സർവീസസ് ഡെവലപ്മെന്റ് ഈസി ചെയ്യുന്ന ഒരു ഫ്രെയിം വർക്ക് മൈക്രോസോഫ്റ്റോ ഒരു തേർഡ് പാർട്ടി കൊണ്ടുവരുന്നില്ല എന്നുള്ളതാണ് ചോദ്യം. ഞാൻ വേറൊരു ഡൗട്ട് ചോദിക്കട്ടെ. ഒരു ഫ്രെയിം വർക്ക് കൊണ്ടുവന്നതിന് പകരം ഒരു പ്രൊജക്ട് ടെംപ്ലേറ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ആ ടെംപ്ലേറ്റ് എടുക്കുമ്പോൾ ബോയിലർ പ്ലേറ്റ് കോഡ് കയറി വന്നു കഴിഞ്ഞാൽ അതല്ലേ കുറച്ചും കൂടി ബെറ്റർ? ഓക്കെ, അപ്പൊ ഞാൻ അതിനോട് ഭാഗികമായിട്ട് എഗ്രി ചെയ്യുന്നു. അപ്പൊ എന്റെ ചോദ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഒരു ടൂളിംഗ് ഉണ്ടോ ഇപ്പൊ മൈക്രോ സർവീസസ് ഡെവലപ്മെന്റിന് വേണ്ടി?
അതായത് വെബ് ഡെവലപ്മെന്റ് അല്ല അത് അല്ലെങ്കിൽ വേറെ രീതി പറഞ്ഞുതരാം. 2016 ശേഷമുള്ള .NET വേർഷൻസിൽ ഈ മറ്റേ മോഡേൺ രീതിയിലുള്ള സർവീസ് ഡിപ്ലോയ്മെന്റിനുള്ള ടൂളിംഗ് ബെറ്റർ ആയിട്ടുണ്ടോ? ഈ നമ്മള് വിഷ്വൽ സ്റ്റുഡിയോയില് ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ടെംപ്ലേറ്റ്സ് അവൈലബിൾ അല്ലേ? അതെ. അപ്പൊ അതിനകത്ത് നമുക്ക് സെക്യൂരിറ്റി സെലക്ട് ചെയ്യാം, ഡാറ്റാബേസ് ഏതാണെന്ന് സെലക്ട് ചെയ്യാം, അങ്ങനത്തെ എല്ലാ പരിപാടികളും സെലക്ട് ചെയ്യാൻ പറ്റില്ല. ഡിപെൻഡൻസീസ് ഓട്ടോമാറ്റിക്കലി റിസോൾവ് ആവില്ലേ? ഡാറ്റാബേസ് സ്പ്രിങ്ങിന്റെ അത്രയും ഇവോൾവ് ആണോ എന്ന് ഡൗട്ട് ഉണ്ട് ചെറുത്തവണ് അല്ലേ? ഡാറ്റാബേസ് സെലക്ട് ചെയ്യാം, ഡാറ്റാബേസ് ഉള്ള സാധനം എന്നുള്ള രീതിയിൽ പറയാം. പക്ഷേ ഏത് ഡാറ്റാബേസ് അത് നമുക്ക് MySQL എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. എൻറ്റിറ്റി കോറിന്റെ ഏതാന്നൊക്കെ പറയാം. അതെ, അത് പറയാം. അതിന്റെ ഏത് യൂസ് ചെയ്യണമെന്നോ, ബൈ ഡിഫോൾട്ട് MS SQL ആണെന്ന് തോന്നുന്നു. അത് നമുക്ക് മാറ്റാം. അത് നമ്മൾ മാനുവലി മാറ്റേണ്ടി വരും. ആ പ്രൊജക്ട് ടെംപ്ലേറ്റിൽ ഇല്ല. നമുക്ക് ഉണ്ടാക്കാട്ടോ വേണമെങ്കിൽ ഒരു ടെംപ്ലേറ്റ്. ഇത് സ്ക്യൂഡ് ആർഗ്യുമെന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇത് ഇനീഷ്യൽ സെറ്റപ്പിനുള്ള ടൈമാണ് ആ ഡിഫറൻസ് വരുന്നത്. പിന്നുള്ളത് റിസോഴ്സ് അവൈലബിലിറ്റി ഒക്കെയാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. അപ്പൊ എന്റെ കൗണ്ടർ ആർഗ്യുമെന്റ് എന്താന്ന് വെച്ചാല്, ഇപ്പൊ സ്പ്രിംഗ് ബൂട്ട് ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, ഇൻറ്റ്യൂട്ടീവ് ആണ്, കുറെ കാര്യങ്ങൾ ഉണ്ടെങ്കിലും IT ലിറ്ററസി കുറവാണെങ്കിൽ .NET ആയിരിക്കും ബെറ്റർ പ്ലാറ്റ്ഫോം എന്നാണ് ചെറുതെ. അതായത് ഇൻട്രാനെറ്റ് ഡെവലപ്മെന്റിന് നമുക്ക് ഇന്റർനെറ്റ് അല്ലെങ്കിൽ എഡ്ജിലുള്ള ഡെവലപ്പേഴ്സിന് അത്രയും കഴിവുള്ളവരായിരിക്കില്ല. ഞാൻ പറയട്ടെ, എന്റെ ചോദ്യം എന്താ വെച്ചാല്, ഇപ്പൊ സർക്യൂട്ട് ബ്രേക്കർ സർവീസ് ഡിസ്കവറിക്ക് എന്താ ഉള്ളത് .NET-ല്? സർക്യൂട്ട് ബ്രേക്കറും സർവീസ് ഡിസ്കവറിക്കും അത് ബിൽറ്റിൻ ഇല്ല, പാക്കേജസ് വെച്ചാണ് ചെയ്യുന്നത്. അതേതാണ് മറ്റേ .NET-ല് സർവീസ് ഡിസ്കവറിക്ക് അതെ സർവീസ് ബസ്സാ അല്ല? അതല്ല, അത് സർവീസ് ഡിസ്കവറി .NET-ല് മൈക്രോസോഫ്റ്റ് എക്സ്റ്റൻഷൻസ് സർവീസ് ഡിസ്കവറി എന്ന് പറയുന്ന പാക്കേജ് ഉണ്ട്. ഓർക്കണം കൂടിയില്ല. എക്സ്റ്റൻഷൻസ് ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഡിപ്പെൻഡൻസി ഉണ്ടാവും എനിക്ക് തോന്നണം പ്രോജക്റ്റ് ആഡ് ചെയ്യുമ്പോൾ. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്നും ചെയ്യേണ്ടി വരില്ല. സർക്യൂട്ട് ബ്രേക്കർ പോളിയാണ് ഞാൻ കണ്ടേക്കണത്. റേറ്റ് ലിമിറ്റിംഗ് മൈക്രോസോഫ്റ്റിന്റെ അല്ല. റേറ്റ് ലിമിറ്റിംഗ് ഇപ്പൊ ബിൽറ്റിൻ വന്നുണ്ട്. .NET 8 ഉണ്ടെന്ന് തോന്നുന്നു. ഇംപ്ലിമെന്റ് സർക്യൂട്ട് ബ്രേക്കർ പാറ്റേൺ. ഓക്കെ, ആ ബാക്ക് എക്സ്പാൻഷൻ ബാക്ക് ഓഫ് ഒക്കെ ഉണ്ടല്ലേ പോളിയില്? പോളി ലൈബ്രറി ആരാ നടത്തണേ? പോളി ഇപ്പൊ റെസിലിയൻ ഇപ്പൊ .NET ഫൗണ്ടേഷന്റെ പ്രോജക്റ്റ് ആട്ടോ അത്. മൈക്രോസോഫ്റ്റ് എന്ന് പറയാം. ഡിപെൻഡൻസി ഇഞ്ചക്ഷൻ ഉണ്ടോ പോളിക്ക്? ഡിപെൻഡൻസി ഇഞ്ചക്ഷൻ ഇപ്പൊ ബിൽറ്റിൻ ഉണ്ടല്ലോ. പോളി യൂസ് ചെയ്യണ്ട. പോളിയിൽ ഞാൻ അറിയില്ല കേട്ടോ, ഞാൻ ചെയ്തിട്ടില്ല. അത് അങ്ങനെയല്ല, ഇപ്പൊ കോണ്ടെക്സ്റ്റ് തീരുമാനിച്ചാൽ പോരാ.
ഓക്കെ, അപ്പൊ നമുക്ക് ഇന്റർവ്യൂവിന്റെ ഡിസ്കഷനിലോട്ട് ഞാൻ ഇനിയിപ്പോ നമുക്ക് ഇപ്പൊ ജനറൽ ഡോട്ടിനിട്ട് കുറെ ഇത് കിട്ടി. അപ്പൊ എന്റെ ഫിനാൻഷ്യൽ സർവീസസ് ഇന്റർവ്യൂ പറയാം. ഒന്ന് ഈ ബുക്ക് ഇൻവെസ്റ്റ്മെന്റ് സയൻസ് കണ്ടിട്ടുണ്ടോ? ഇതൊരു 90s ഇറങ്ങിയ ബുക്കാ. ഞാൻ ഇത് ആദ്യമായിട്ട് ഞാൻ ഇൻവെസ്റ്റ്മെന്റ് വർക്ക് ചെയ്യുമ്പോ വാങ്ങിച്ചേ. അതുകൊണ്ട് പിന്നെ കോപ്പി കാണാണ്ടായിട്ട് ഞാൻ വേറെ വാങ്ങിച്ചു. അപ്പൊ ഇപ്പൊ ഇത് ഞാൻ ഇത്തവണ കൊണ്ടുവന്നതാ. പിന്നെ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോബബിലിറ്റി, മറ്റേ ഡോക്ടർ അനീഷ് കുമാർ, അയാളുടെ തന്നെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷന്റെ ഒരു ബുക്ക് ഉണ്ട്. ഓക്കെ, അപ്പൊ അത്യാവശ്യം കാൽക്കുലസ് ബേസ്ഡ് പ്രോബബിലിറ്റി ഉണ്ട്. പിന്നെ പ്രോഗ്രാംഡ് സ്റ്റാറ്റിസ്റ്റിക്സ് കണ്ടിട്ടുണ്ടോ? ശരി സാറത്തിന്റെ അല്ലേ? ലാല ഇതൊരു ഉഗ്രം ബുക്കാട്ടാ. സ്റ്റാറ്റിസ്റ്റിക്സ് എന്തെങ്കിലും പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇതാണ്. പിന്നെ ഓക്കെ, വേറൊരെണ്ണം ഉണ്ട്, അതെനിക്ക് വായിക്കണം വരും ദിവസം. സ്റ്റാറ്റിസ്റ്റിക്കൽ ലിറ്ററസി കൂട്ടാൻ, സ്റ്റാറ്റിസ്റ്റിക്സ് വിത്തൗട്ട് ടിയേഴ്സ്. പിന്നെ കാൽക്കുലസ് ഒന്നുകൂടി ഒന്ന് ഇത് ചെയ്യാൻ വേണ്ടി കാൽക്കുലസ് മേഡ് ഈസി. പിന്നെ ഓഫ് കോഴ്സ് കാൽക്കുലസിന് കുറെ സോൾവ് പ്രോബ്ലംസ് ഉള്ളത് സബ്സിഡറി മാത്തമാറ്റിക്സ്. അപ്പൊ ഇതാണ് എന്റെ കയ്യിലിരിക്കുന്ന ബുക്സ്. പിന്നെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിന്റെ അപ്പുറത്തിരിപ്പുണ്ട്. അപ്പോ ഫിനാൻഷ്യൽ ന്യൂമറിക്കൽ റെസിപ്പീസ് ഇൻ C++ എന്നുള്ള ബുക്ക്, പിന്നെ പാക്കറ്റിന്റെ ഒരു ബുക്ക്, പിന്നെ വേറൊരു ബുക്കിൽ കുറെ സ്റ്റോക്കാസ്റ്റിക് ഇന്റഗ്രൽസും ഫൈനൈറ്റ് ഡിഫറൻസ് മെത്തേഡ് വെച്ചിട്ട് എങ്ങനെ വിലയുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കുക. ക്വാണ്ടിലിബ് എന്നുള്ള ലൈബ്രറി ഉപയോഗിക്കുക. ഫോർ C# ആൻഡ് പൈത്തൺ പാക്കേജ് ഉണ്ട് അതിന്. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്. അപ്പൊ ഇത് ചെയ്യണത് തേർഡ് സ്റ്റേജ് ജോബിനാണ്. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് ഇപ്പോഴത്തെ സ്ട്രാറ്റജി. പിന്നെ ഓഫ് കോഴ്സ് C++ മറ്റേ 23യുടെ കമ്പൈലർ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, 23 സപ്പോർട്ടുള്ള. അപ്പോ GCCയുടെ ആ വെർഷൻ. അപ്പൊ അതിൽ കുറച്ച് ഈ 17 വരെയുള്ള ഞാൻ അപ് ടു ഡേറ്റ് ആണ്. 17 to 20, 23. അപ്പോ മൊഡ്യൂൾ എന്ന് പറഞ്ഞ സാധനം ആഡ് ചെയ്തിട്ടുണ്ട് C++. പിന്നെ റിഫ്ലക്ഷൻ സപ്പോർട്ട് ഉണ്ട്, അതൊക്കെ ഒന്ന് ഇത് ചെയ്യണം. പിന്നെ ഗ്രാൽവിയം നോക്കണം. അപ്പൊ ശരത്തൊരു കാര്യം ചെയ്യാൻ പറ്റുമോ? ഗ്രാൽവിയത്തിന്റെ ഒരു ട്രെയിനിങ് നാളെടുക്കാൻ പറ്റുമോ? അയ്യോ, ഗ്രാവിയത്തിന് ട്രെയിനിങ് എന്ന് പറയുമ്പോ എന്താണ് സ്പെസിഫിക്കലി വേണ്ടത്? ഒന്നും ചെയ്യണ്ട, എനിക്ക് കുറച്ച് ജാവ കോഡ് നേറ്റീവ് കോഡായിട്ട് ഓടിച്ച് സീന്നൊക്കെ വിളിക്കാൻ നോക്കണം. ഞാനും ഹെൽപ്പ് ചെയ്യാം. നോക്കാം. നാളെ ഉച്ചക്ക് ഷെഡ്യൂൾ ചെയ്താലോ? നോക്കാം. ഓൺ ദ ഫ്ലൈ. നമുക്കിപ്പോ ChatGPT ഒക്കെ ഉണ്ടല്ലോ. ആ ഞാനിപ്പോ .NET ahead of time കമ്പൈലേഷൻ ഓപ്ഷനെ കുറിച്ചൊക്കെ എന്താണ് ഐഡിയ? നല്ലതല്ലേ? നല്ലതെന്ന് വെച്ചാൽ പെർഫോമൻസ് അല്ല, അങ്ങനെയല്ല, അത് ചെയ്ത് നോക്കിയിട്ടുണ്ടോന്ന്. അതായത് എൻജൻ അല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. കൂട്ടുകാരൻ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഈ കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ മറ്റേ gRPC വെച്ചിട്ട് ട്രാഫിക് അതെ. CPU ടൈം ഭയങ്കര എക്സ്പെൻസീവ് ആണല്ലോ. അപ്പൊ അതല്ല, അപ്പൊ അത് ഒരു വിൻഡോസ് DLL മാതിരിയാണോ അത് പ്രാക്ടിക്കലി? അതെ, 100% അല്ല, പാർഷ്യൽ. അതായത് ഒരു വിൻഡോസ് DLLന്റെ ഉള്ളിൽ റൺ ടൈം എടുത്ത് നോക്കുമോ? വിൻഡോസ് അങ്ങനെയല്ല, പ്യുവർ വിൻഡോസ് DLL അല്ല ആവണത്. എന്ന് വെച്ച് കഴിഞ്ഞാല് VM-ന്റെ മുകളിൽ ഓടുന്ന റിക്വസ്റ്റുകൾ കുറെ കാര്യങ്ങളൊക്കെ നേറ്റീവ് കോഡിലോട്ട് മാറ്റും. അങ്ങനെ. അപ്പൊ VM-ന്റെ കോഡ് റാപ്പർ പോലെ നിൽക്കും. അപ്പൊ റൺ ടൈം മാതിരി ഉണ്ട്. അപ്പൊ ഞാൻ 5 DL വന്നു കഴിഞ്ഞാല് 5-ലും 5 റൺ ടൈം ആയിരിക്കുമോ? 5 DLL വന്നാൽ 5-ലും 5 റൺ ടൈം. ഈ മറ്റേ ഗ്രാവിയത്തിലെ ഒരു സബ്സ്ട്രേറ്റ് VM എന്ന് പറഞ്ഞിട്ടൊരു സാധനമാണ് അവർ ചെയ്യണേ, ട്രിം ഡൗൺ. എന്ന് വെച്ച് കഴിഞ്ഞാൽ VM-ന്റെ എസെൻഷ്യൽ സെമാന്റിക്സ് ഒക്കെ അവിടെ ഉണ്ടാവും.
അത് ലൈബ്രറി പോലെ കിട്ടുമായിരിക്കും. ഈ iOS നമുക്കതൊന്ന് sorry, iOS നമുക്കതൊന്ന് ഞാൻ പറഞ്ഞു. iOS ഷെയർഡ് റൺ ടൈം ആയിരുന്നു ആ സാംബ്രൻ വെച്ചപ്പോഴേ. അപ്പൊ 5 DLL ഉണ്ടെങ്കിലും അത് ഹെഡ് ഓഫ് ടൈം കമ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്ത് പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എന്തായാലും മൈക്രോസോഫ്റ്റിന്റെ ആ ഒരു റൺ ടൈം അവിടെ ഉണ്ട്, പക്ഷെ അത് ഷെയർഡ് റൺ ടൈം അല്ലാണ്ട് 5, കാരണം നമുക്കെല്ലാം ഒറ്റ ഒരു ഇതാണല്ലോ സാംബ്രൻ iOS-ൽ. അല്ല ശ്രീജിത്തെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ആ. ഗോയിൽ അങ്ങനെയാണെന്നറിയാവോ? 5 DL ഉണ്ടെങ്കിൽ 5 റൺ ടൈം ഉണ്ടാവും. iOS-ൽ അത് iOS-ൽ ഒന്നാമത്തെ കാര്യം സെപ്പറേറ്റ് റൺ ടൈം അല്ല അവിടെ എന്ന് വെച്ചാല് സോറി ഫോർ ദ ഇന്ററപ്ഷൻ. നിങ്ങളുടെ ഒബ്ജക്റ്റീവ് സിയുടെ കാലത്ത് തന്നെ റൺ ടൈം DLL ആയിട്ടാ തന്നെ, അല്ലെങ്കിൽ .so അല്ലെങ്കിൽ .framework ആയിട്ടാ തന്നെ. അതെ. അപ്പൊ എന്ത് പറ്റുന്ന വെച്ചാൽ അതിലോട്ട് ലിങ്ക് ചെയ്താൽ മതി. എന്ന സ്ഥാനത്ത് ഗോ എംബഡി ചെയ്യണേ ആ റൺ ടൈം ഓരോ DLL-ലും. ഓക്കെ. അപ്പൊ ജാവയിലും .NET-ലും എന്താണെന്നുള്ളതാണ് ഇവിടുത്തെ. അത് കാരണം എംബഡ് ചെയ്യലാണ് സാറേ, ഈ സെപ്പറേറ്റ് അല്ല. ഒരു സബ്സ്ട്രേറ്റ് VM എന്ന് പറഞ്ഞിട്ടൊരു VM ട്രിം ഡൗൺ വെർഷൻ ഉണ്ട്. അത് ഒറ്റ ബൈനറി ആയിട്ട് ബിൽഡ് ചെയ്ത് അല്ല കിട്ടുന്നതാണ്. അതിപ്പോ ഞാൻ പറയട്ടെ, 3.12ന്റെ ഒരു സാധനവും ഇപ്പൊ 3.1-ഉം ഒരേ ഇതിൽ വന്നു കഴിഞ്ഞാൽ കോൺഫ്ലിക്റ്റ് വരുമെന്നാണ് ചോദ്യം. 3. ഇല്ല, അത് പക്ഷേ ബാക്ക്വേർഡ് കോമ്പാറ്റബിലിറ്റി പ്രോബ്ലം ആണല്ലോ അവിടെ ഉള്ളത്. അതായത് നമ്മള് വേർഷൻ ടാർഗറ്റ് മിസ്മാച്ച് VM വന്നാ ഗോ സമ്മതിക്കില്ല എന്നാണ് എനിക്ക് കിട്ടിയ ആർഗ്യുമെന്റ്. വേർഷൻ മിസ്മാച്ച് അല്ല, ഇവിടെ വേർഷൻ മിസ്മാച്ച് എങ്ങനെയാ വരുന്നത്? അതായത് ഇപ്പൊ 8-ലോട്ട് ടാർഗറ്റ് ചെയ്തേക്കുന്നതും 11-ലോട്ട് ടാർഗറ്റ് ചെയ്തേക്കുന്നതും വന്നു കഴിഞ്ഞാൽ നമ്മള് റൺ ടൈം 11 ആയിരിക്കണം. അല്ല അപ്പൊ അതായത് ഒരു കാനോണിക്കൽ DL ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. ഒരുമിച്ച് ഇതൊരു ബാച്ച് ആയിട്ട് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നോർമലൈസ് ചെയ്യപ്പെടും. അതിനൊരു ചാൻസ് ഉണ്ട്. അതല്ലേ ഉദ്ദേശിച്ചേ? അതെ. ബാച്ച് ആയിരുന്നു വെച്ചാൽ ഒരുമിച്ച് ഒറ്റ ഒരുമിച്ച്. അപ്പൊ ലാലെ ഈ .NET-ലെ ഹെഡ് ഓഫ് ടൈം ചെയ്യുമ്പോ ഇപ്പൊ എന്റെ ചോദ്യം എന്ന് വെച്ചാല് ആദ്യം ശരത്തോട് ചോദിക്കാം. ഗ്രാൽവിയം വെച്ചിട്ട് ഒരു ജാവ DLL-നെ നിങ്ങള് സിയിൽ നിന്ന് അത് വിളിക്കാൻ പറ്റുമെന്നാണ് എന്റെ ചോദ്യം. അറിയില്ല, അത് നോക്കണം. പല ബിൽഡ് മോഡ് നോക്കിയിട്ടില്ല ഞാൻ, മറ്റേ എക്സിക്യൂട്ടബിൾ മാത്രമേ കണ്ടുള്ളൂ. ഗോയില് രണ്ട് തരം പ്ലഗിൻ അത് പറ്റില്ല, .so പറ്റും. പിന്നെ റിഫ്ലക്ഷൻ എന്തോ റെസ്ട്രിക്ഷൻ ഒക്കെ ഉണ്ടെന്ന് കേട്ടോ. അതായത് നമ്മളെ അറിയിക്കണം ഏതൊക്കെ പാക്കേജ് നമ്മൾ റിഫ്ലക്റ്റഡ് ഇതിൽ അവർക്ക് എന്തോ അതിന്റെ ഡാറ്റ എടുത്ത് നോക്കാൻ ഡിക്ലെയർ ചെയ്യണത്. അതാണ് അതിലോ ഓൺലി ചടങ്ങ് പരിപാടിയാ. പിന്നെ സ്പ്രിംഗ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഡിപെൻഡൻസി ഇൻജക്ഷൻ ഒക്കെ കമ്പൈൽ ടൈം ചെയ്യണം. അത് നമുക്ക് വരും ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ തൽക്കാലം നമുക്ക് റെക്കോർഡിങ് ഒരു സെക്കൻഡ്.